ഒപ്പീനിയൻസ് ഒക്കെ വന്നേക്കാം. പക്ഷേ ഈ പടം 20 വർഷം കഴിഞ്ഞാലും ഓർക്കപ്പെടും. അതിലെനിക്ക് ഒരു ഡൗട്ടും ഇല്ല. മോളിവുഡ് ടൈംസ് എവിടെയാണ് അവിടെ ചാലഞ്ചിങ് ആവുന്നത് വെച്ചാൽ ഇയാൾ ഫോർ മോസ്റ്റ് ഓഫ് ദ പാർട്ട് ഭയങ്കര ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ളൊരാളാണ്. അങ്ങനത്തെ ആൾക്കാർക്ക് ഇഷ്ടമല്ല. ഷാറുഖ് ഖാൻ ഇങ്ങനെ ബ്ലേസേഴ്സ് ഒക്കെ ഇട്ടിട്ട് ഒരു സോങ് ഉണ്ട്. എനിക്ക് അതുപോലെ നസ്ലിനെ ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. കള്ളന്മാരുടെ കഥകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ജനറലി. പണ്ടിപ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ മീശമാധവനായിരുന്നു. അതിന്റെ കാരണം അത് കള്ളന്റെ കഥയായിരുന്നു. മുഖതുണ്ണി 2 ഉണ്ടാവും, പക്ഷെ അതൊരിക്കലും സക്സസ് ട്രിലജിന്റെ ഭാഗമല്ല. നസ്ലിൻ തന്നെ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, വിനീത് മാധവനെ പോലത്തെ ഒരാളെ ഞാൻ എൻ്റെ ജന്മത്ത് കണ്ടിട്ടില്ലെന്ന്. പക്ഷേ ഈ സിനിമയിൽ എൻട്രി ആയപ്പോൾ പിന്നെ കണ്ടു എന്നാണ് പറഞ്ഞത്. ചുമ്മാ അവനിങ്ങനെ ആക്കാൻ നോക്കുക. നസ്ലിനെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്നെങ്ങനെയാണ് തോന്നിയത്? സൗകര്യമില്ല എന്ന് പറയുന്ന ബാലൻസ് ചുള്ളിക്കാടിന്റെ ആറ്റിറ്റ്യൂഡാണ് അപ്പൂപ്പൻ. ആ കുട്ടിക്ക് അഭിനവിന്റെ അതേ ഫേസ് കട്ടാണെന്നുള്ളത് അതൊക്കെ വെറും കോയിൻസിഡൻസ് ആയിരിക്കും. അത് സംഭവം വെച്ചാൽ ഞാൻ ആക്ച്വലി സങ്കടപ്പെട്ടിരിക്കും. നസ്ലിന്റെ അതേ കട്ടുള്ള ഒരാളെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കും. ഇതിൽ കഥാന്ത്യത്തിൽ കലങ്ങി തെളിയണം എന്ന് എപ്പോഴെങ്കിലും സ്ക്രിപ്റ്റിന്റെ ആ ഒരു റൈറ്റിംഗ് പ്രോസസ്സിൽ, കാരണം മുകുന്ദനുണ്ണിക്ക് കിട്ടിയ ആ ഒരു ഫീഡ്ബാക്ക് അത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കലങ്ങി തെളിയണം എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? ഇനി ചിന്തിക്കുമായിരിക്കും ചിലപ്പോൾ അടുത്ത സിനിമയിൽ. അതെന്തുകൊണ്ടാ? പടം ഓടണം കുറച്ചുകൂടെ. ഈ ഗോദ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ബേസിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, അപ്പനും ഇങ്ങനെ തോക്ക് ടേബിൾ വെച്ചിട്ട് വിരട്ടിയാണ് എഡിറ്റ് ചെയ്തതെന്നൊക്കെ. ബേസിലിന് ഭയങ്കര ഇതാണ്, റിസോഴ്സസ് കുറവാണെങ്കിലും ഭയങ്കരമായിട്ട് പണിയെടുത്തിട്ട് പുള്ളി കാര്യങ്ങൾ ചെയ്തെടുക്കും. 4 വർഷത്തോളം സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്. അത് നമ്മുടെ അത്രയും ബ്രെയിൻ പവർ ആ പടത്തിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു വാക്കിൽ കോപ്പി ചെയ്യണമെന്ന് പറയുമ്പോൾ ഭയങ്കര ഹേർട്ടാവുന്ന ഒരു കാര്യം. അവന് കഴിവില്ലാത്തതുകൊണ്ട് അവൻ്റെ സിനിമ മോശമാവുന്നു എന്നാണ് ഞാൻ കാണിച്ചത്. ഓഡിയൻസിന് പടം ഇഷ്ടപ്പെടും. ഞാൻ കാണിക്കുന്നത് എന്താ, ഉണ്ടായിട്ടും വേറെന്തോ കാരണവശാലാണ് അയാളുടെ പടം മോശമാവുന്നത്. അപ്പോൾ ഓഡിയൻസിന് അതിനോട് കണക്ഷൻ കുറയും. അഭിനവ് സുന്ദർ നായകാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഹായ് അഭിനവ്. ഹായ്. അഭിനവ്, ഇപ്പോൾ മോളിവുഡ് ടൈംസ് റിലീസായതിന് ശേഷമുള്ള റെസ്പോൺസസ്, അത് ഇപ്പം അഭിനവിൻ്റെ പ്രൊഫൈലിൽ പോയാൽ തന്നെ അഭിനവ് ഒരുപാട് റെസ്പോൺസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനല്ലാതെ പേഴ്സണലി ഒരുപാട് റെസ്പോൺസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ വായിച്ചായിരുന്നു. അതിനകത്ത് പല റെസ്പോൺസും എനിക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റി. ആസ് എ ഡയറക്ടർ എന്നുള്ള നിലയിൽ ഇപ്പം അഭിനവിൻ്റെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഈ സിനിമയിൽ കടന്നു പോയിട്ടുണ്ട്. ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള, ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് പറയുകയാണെങ്കിൽ അത് ഏതായിരിക്കും? എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം തോന്നിയത് ഈ പടത്തിൻ്റെ റെസ്പോൺസും മുകുന്ദനുണ്ണി ഞാൻ മുന്നേ ചെയ്ത സമയത്ത് അതൊന്നും റെസ്പോൺസും ഡിഫറൻസും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിഫറൻസ് എന്താ വെച്ചാൽ, മുകുന്ദനുണ്ണിയിൽ എനിക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിരുന്നു, മോശം ഫീഡ്ബാക്കും കിട്ടിയിരുന്നു. പക്ഷെ അതെല്ലാം ഒരു ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഭയങ്കര രസമുണ്ട്, ബ്രില്യൻറ്റ്, അല്ലെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒരു 2-3 ലൈനിൽ ഒതുക്കുന്ന റെസ്പോൺസുകളായിരുന്നു. നല്ലതാണെങ്കിലും മോശമായിരുന്നെങ്കിലും റെസ്പോൺസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ എൻ്റെ അടുത്ത് എനിക്ക് വരുന്ന മെസ്സേജസ് ആണെങ്കിലും കോൾസ് ആണെങ്കിലും എല്ലാം പാരഗ്രാഫ് കണക്കിനാണ്. വിളിച്ചിട്ട് 15 മിനിറ്റ് മിനിമം സംസാരിക്കും. അതും അറിയാത്ത ആൾക്കാർ. ഇന്നലെയല്ല മിഞ്ഞാന്നൊരാൾ എന്നെ വിളിച്ചിട്ട് കരയായിരുന്നു. ആക്ച്വലി ഫിലിം ഫീൽഡിലുള്ള ഫിലിം ഫീൽഡ് ഒരു ബിസിനസ് നടത്തുന്ന ഒരാൾ, ബിസിനസ്സൊക്കെ ഫെയിൽ ചെയ്ത് അയാളുടെ ഡ്രീംസൊക്കെ മാറ്റി വെച്ച് നിൽക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു ഇയാൾ സിനിമ കണ്ടിട്ടുണ്ടാവുക. എനിക്ക് പുള്ളിനെ അറിയില്ല, മുന്നേ അറിയില്ല, പേര് വരെ ഇപ്പോൾ ശരിക്കും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, കാരണം അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഫോൺ കോളായിരുന്നു. അപ്പം പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇനിയും ട്രൈ ചെയ്യാൻ പോകും, എനിക്ക് ഈ പടം കണ്ടപ്പോൾ ഭയങ്കര മോട്ടിവേഷൻ വന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് ആക്ച്വലി വരുന്ന റെസ്പോൺസസ് എല്ലാം ഭയങ്കര ഡീപ്പായിട്ടുള്ള റെസ്പോൺസാണ് വരുന്നത്. മെസ്സേജസ് ആണെങ്കിലും പാരഗ്രാഫ് കണക്കിനാണ്. അവൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തീരില്ല. കാരണം ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ടിൽ തീരില്ല. അത് എനിക്ക് വളരെ ചുരുക്കം മെസ്സേജസ്, ചിലപ്പം ചെറിയ മെസ്സേജസ് വന്നിട്ടുണ്ടാവുള്ളൂ, വളരെ ചുരുക്കം. എല്ലാം വരുന്നതൊക്കെ ഇങ്ങനെ. പിന്നെ എനിക്ക് സംഗീത് അഭിനയിച്ച സംഗീതിനെ അറിയാം. സംഗീതിൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്ത് അത് ഒട്ടും വർക്കാവാതെ പുള്ളി സിനിമയ്ക്ക് നിർത്തിപ്പോയി. ഈ സിനിമ കണ്ടതിന് ശേഷം വേറെ ജോലിക്ക് കയറി, സിനിമ നിർത്തിപ്പോയി വേറെ ജോലിക്ക് കയറി. മോളിവുഡ് ടൈംസ് കണ്ടതിന് ശേഷം പുള്ളി സംഗീതിന് ഒരു വോയിസ് നോട്ട് അയച്ചു കൊടുത്തു. ആ വോയിസ് നോട്ട് സംഗീതം എനിക്ക് അയച്ചു തന്നിരുന്നു. പുള്ളിയുടെ സമ്മതം വെച്ചിട്ട് ഞാൻ അയച്ചു തന്നിട്ടുണ്ടാവുക. അപ്പം പുള്ളി ആ വോയിസ് നോട്ടിൽ പറയുന്നത് എന്താ വെച്ചാൽ, എനിക്ക് വീണ്ടും ഡ്രീംസൊക്കെ ഞാൻ ഗിവ് അപ്പ് ചെയ്ത് പോയതാണ്, പക്ഷേ എനിക്ക് വീണ്ടും സിനിമ ചെയ്യാൻ തോന്നി ഇത് കണ്ടതിന് ശേഷം. ഞാൻ ഇപ്പോൾ എഴുതാൻ തുടങ്ങിയത്. പുള്ളി എഴുത്തൊക്കെ നിർത്തി ഇനി ഒരിക്കലും സിനിമയിലേക്ക് തിരിച്ചു വരില്ല എന്ന് വിചാരിച്ച് പോയ ഒരാളാണ്. കാരണം അയാളുടെ സിനിമ ഫ്ലോപ്പായി, ഭയങ്കര വലിയ ഫെയിലിയർ ആയതുകൊണ്ട് തന്നെ അയാൾക്ക് ഭയങ്കരമായിട്ട് മൊത്തത്തിൽ ഒരാളുടെ ഡീമോട്ടിവേറ്റഡായി പോയ ഒരാൾ വീണ്ടും എഴുതി തുടങ്ങി മോളിവുഡ് ടൈംസ് എഴുതി കണ്ടതിന് ശേഷം.
എനിക്ക് വരുന്ന റെസ്പോൺസ് എല്ലാം ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള റെസ്പോൺസാണ്. എനിക്ക് ഒരിക്കലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത തരത്തിലോട്ടാണ് ഇതിൻ്റെ റെസ്പോൺസസ് വരുന്നത്. കണക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര പേഴ്സണൽ ലെവലിൽ ഈ സിനിമ എടുത്തിട്ടുണ്ട്. അതെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അഭിനവ് തന്നെ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, അത്രയധികം സൗഹൃദങ്ങളില്ലാത്ത ഒരാളാണ് അഭിനവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ അഭിനവിൻ്റെ ഫിലിംസ് കണ്ട് ഇതുപോലെ ആൾക്കാർ അഭിനവനെ പേഴ്സണലി വിളിച്ചിങ്ങനെ സംസാരിക്കപ്പോൾ ഉണ്ടല്ലോ, അഭിനവ് തന്നെ പറഞ്ഞില്ലേ ഒരുപാട് നേരം അയാൾ സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു, അയാളുടെ പേഴ്സണൽ ലൈഫ് അയാൾ പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ അത്രയധികം സൗഹൃദങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ ഇത് ഒരു ഫിലിം ചെയ്തപ്പോൾ ആ ഫിലിംസിൻ്റെ റെസ്പോൺസ് പറയാനായിട്ട് ഇത്രയധികം ആൾക്കാർ പറയുന്നു. അപ്പോൾ എന്താണ് അഭിനവിന് തോന്നുന്നത്? ഞാൻ ആക്ച്വലി ഭയങ്കര പ്രൗഡായി. എനിക്ക് ശരിക്കും പറയുവെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, കാരണം കൂടുതലും മനുഷ്യരിലേക്കല്ലേ കണക്ട് ആവുന്നത്. അതെ. കാരണം ഞാൻ എപ്പോഴും മുകുന്ദനുണ്ണി കഴിഞ്ഞ ശേഷം എനിക്ക് മുകുന്ദനുണ്ണി പോലുള്ള സിനിമ ഒരിക്കലും ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം എല്ലാവരും എൻ്റെ അടുത്ത് എക്സ്പെക്ട് ചെയ്തത് വീണ്ടും ഒരു നെഗറ്റീവ് ക്യാരക്ടർ, അല്ലെങ്കിൽ വീണ്ടും ഒരു ഗ്രേ ഷെയ്ഡഡ് ക്യാരക്ടർ, വീണ്ടും ഒരു ഭയങ്കര സർക്കാസ്റ്റിക് ആയിട്ടുള്ളൊരു കൂൾ സിനിമ എന്നാണ് എല്ലാം എക്സ്പെക്ട് ചെയ്തത്. എനിക്ക് ആക്ച്വലി കുറേ കൂടെ ബാരിയേഴ്സ് ബ്രേക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം മുകുന്ദനുണ്ണി ശരിക്കും മോളിവുഡ് ടൈംസ് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര സേഫ് ആയിട്ടുള്ള പടം. സേഫ് ആയിട്ടുള്ള പടം എന്ന് വെച്ചാൽ അതിലൊരു ആൻറ്റി ഹീറോ ആണ്. ആൻറ്റി ഹീറോ അവസാനം ജയിക്കുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സേഫാണ്. കാരണം ഒരു ആൾക്കാർക്ക്, ജനങ്ങൾക്ക് എപ്പോഴും നെഗറ്റീവ് ക്യാരക്ടേഴ്സിനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതന്നെ അത് ആക്ച്വലി പറയുവെച്ചാൽ ആൾക്കാർക്ക് എപ്പോഴും കള്ളന്മാരുടെ കഥകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കള്ളന്മാര് ജയിക്കുന്നത് കാണാൻ അല്ല, അത് പ്രശ്നമാണ്. പക്ഷെ കള്ളന്മാരുടെ കഥ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ആൾക്കാർക്ക് ഒരിക്കലും ബോറടിക്കില്ല. കള്ളത്തരങ്ങൾ കാണാനും, കാരണം അവർക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉള്ളിൽ ചിലപ്പോൾ ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങളായിരിക്കും, പക്ഷെ അതൊന്നും ചെയ്ത് കഴിഞ്ഞാൽ അൺലോഫുൾ ആയതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ബേസിക്കലി ഇൻ ജനറൽ ഇപ്പം ഡേവിഡ് ഫിഞ്ചർ പറയുന്നുണ്ടല്ലോ, ഹ്യൂമൻ ബീങ്സ് ആർ ജനറലി പെർവേർട്സ്. എല്ലാവർക്കും ഉള്ളിൽ പെർവേർഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാവും. പക്ഷേ ഇതൊക്കെ ഉള്ളിൽ ഫാന്റസി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കള്ളന്മാരുടെ കഥകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ജനറലി. പണ്ടിപ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ മീശമാധവനായിരുന്നു. അതിൻ്റെ കാരണം അത് കള്ളൻ്റെ കഥയായതുകൊണ്ടാണ്. കള്ളത്തരങ്ങൾ കാണാൻ ഇഷ്ടമാണ്. അതിന് എസ്പെഷ്യലി കള്ളത്തരങ്ങൾ കാണിച്ച് ഗെറ്റ് അവേ ചെയ്യുന്നതും, ഒരു ചെറിയ അയാളുടെ ട്രിക്സ് കാണിച്ച് ഗെറ്റ് അവേ ചെയ്യുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫ്ലോഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കാണാൻ ആണ് എപ്പോഴും ഓഡിയൻസിന് ഇഷ്ടം. മോളിവുഡ് ടൈംസ് എവിടെയാണ് അവിടെ ചാലഞ്ചിങ് ആവുന്നത് വെച്ചാൽ, ഇയാൾ ഫോർ മോസ്റ്റ് ഓഫ് ദി പാർട്ട് ഭയങ്കര ഐഡിയലിസ്റ്റിക് ആയിട്ടൊരാളാണ്. ഐഡിയലിസം വെച്ച് നടക്കുന്ന ഒരാളാണ്. അങ്ങനത്തെ ആൾക്കാർക്ക് ഇഷ്ടമല്ല, ഇൻട്രസ്റ്റിംഗ് അല്ല അങ്ങനത്തെ ആൾക്കാർ. ജനറലി ഓഡിയൻസിന് ഐഡിയലിസം എന്ന് പറയുന്നത് താല്പര്യമില്ല. ഐഡിയലിസ്റ്റിക് അല്ലാത്ത ആൾക്കാരുടെ കഥകൾ കാണാൻ എപ്പോഴും ഇഷ്ടം. വാഴകളുടെ കഥകൾ കാണാൻ ഇഷ്ടം, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഭയങ്കര ഒട്ടും ബാക്ക് ബെഞ്ചേഴ്സിൻ്റെ കഥകൾ കാണാൻ ഇഷ്ടം. ഒരു ജീവിതത്തിൽ ഒരു പെർഫെക്ഷൻ അച്ചീവ് ചെയ്യണം. പക്ഷെ അതിപ്പം ഈ കാലത്തുണ്ടായ ഒരു മാറ്റമായിട്ട് തോന്നുന്നുണ്ട്. അല്ല, പണ്ട് മുതലേ അങ്ങനെ തന്നെ. പണ്ട് മുതൽ ഓഡിയൻസിന് എപ്പോഴും റിലേറ്റ് ആവും അണ്ടർ ഡോഗ്സിൻ്റെ കഥകളാണ്. ഒരിക്കലും ഭയങ്കര ടാലൻറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പം വിനീത് മാധവൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഭയങ്കര ടാലൻറ്റഡ് ആണ്. ഭയങ്കര കുറേ വലിയ ഡ്രീംസ് അച്ചീവ് ചെയ്യണമെന്ന് ഫുൾ ടൈം അത് മാത്രം, ഒരു പ്രേമം പോലും ഇല്ലാതെ അതിനുവേണ്ടി മാത്രം നടക്കുന്ന ഒരാൾ. ഒരു റിലേഷൻഷിപ്പും ഇല്ല, ഒരു കല്യാണം ഇല്ല, അങ്ങനെ നടക്കുന്ന ഒരാൾ. അപ്പം ഇതാർക്കും ഇഷ്ടമല്ല. ഇങ്ങനത്തെ ഒരു ആസ്പിറേഷൻസ് ഉള്ള ആൾക്കാരോട് ഭയങ്കര ഇൻഡിവിജ്വലിസം മാത്രം, അല്ലെ ഐഡിയലിസം മാത്രം പറഞ്ഞു നടക്കുന്ന ഒരാൾ എപ്പോഴും ഇൻട്രസ്റ്റ് വാല്യൂ കുറവായിരിക്കും ഓഡിയൻസിന്. അതുകൊണ്ട് തന്നെ ശരിക്കും ഭയങ്കര മുകുന്ദനുണ്ണി കമ്പയർ ചെയ്യുമ്പോൾ ഈ സിനിമ എഴുതി തുടങ്ങുമ്പോഴേ രാമുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പറഞ്ഞ കാര്യം ഇതാണ്, ഇത് റിസ്ക്കാണ്. കാരണം ഇയാൾ എന്തെങ്കിലുമൊക്കെ തെണ്ടിത്തരം കാണിക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാഫിൽ ഓഫ് കോഴ്സ് ഇയാൾ അൺഎത്തിക്കലി ആയിട്ടുള്ള കാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ അതാണെങ്കിലും ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന സാധനമല്ല ചെയ്യുന്നത്, ഓഡിയൻസിനെ രസിപ്പിക്കുന്ന സാധനമല്ല ചെയ്യുന്നത്. അത് അയാളുടെ ഐഡിയലിസം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു കള്ളത്തരമല്ല, അല്ലെങ്കിൽ ഒരു അൺഎത്തിക്കൽ ഇതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാമുവിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഇങ്ങനത്തെ ഒരു എനിക്ക് പറയാൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിസമാണ്. ഇൻഡിവിജ്വലിസം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് വലിയ താല്പര്യമില്ല ഇൻഡിവിജ്വലിസത്തിനെ കുറിച്ച് പറയാൻ. കാരണം സോഷ്യലിസം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഭയങ്കര അല്ല, അത് എന്തുകൊണ്ടാണെന്നാണ് അഭിനവിന് തോന്നുന്നത്? കാരണം അഭിനവ് തന്നെ ഒരുപാട് സൈക്കോളജിക്കൽ മൂവീസ്, ഇൻട്രാഷണൽ മൂവീസ് കണ്ടിട്ടുണ്ട്. അപ്പം ആൾക്കാരുടെ ഒരു ഇപ്പം സ്ക്രിപ്റ്റൊക്കെ എഴുതപ്പോൾ തന്നെ നമുക്ക് ആ ക്യാരക്ടറിൻ്റെ സൈക്കോളജിയെ കുറിച്ച് നമുക്കൊരു ധാരണ വേണമല്ലോ. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടറിനെ പ്രേക്ഷകന് ഇഷ്ടമല്ല? അതേസമയം ഒരു വില്ലനിസം, അത് നെഗറ്റീവ് ഷെയ്ഡുള്ള അല്ല, എന്തുകൊണ്ടാണ് വൈ എന്നുള്ളത് പറയുകയാണെങ്കിൽ അതെന്തായിരിക്കും? ജനറലി ആൾക്കാർക്ക് കണക്ട് ആവാൻ എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് ആൾക്കാർ മേ ബി കുറച്ച് ഫ്ലോഡ് അല്ലേ എല്ലാവരും. അപ്പം ഒരു
ഐഡിയലിസം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് എപ്പോഴും ഒരു ബോറിംഗ് അവർ ആണെന്നല്ല ഫേക്ക് ആണെന്നുള്ളൊരു ഇതാണ്. ഫേക്ക് ആണെന്നല്ല. ചില ആൾക്കാരുടെ വിചാരം ഐഡിയലിസം ഓഫ് കോഴ്സ് അത് ചില ഐഡിയലിസം പറയുന്ന ആൾക്കാർ ചിലപ്പം ഭാവിക്കുന്നതാവാം. അങ്ങനത്തെ ആൾക്കാരും ഉണ്ടല്ലോ, ഭാവിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ഉള്ളത് കൊണ്ട് ജനറലി ഒരു നോഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ ഭയങ്കര ബോറിംഗ് ആണ്, പ്രട്ടൻഷ്യസ് ആണ്, അല്ലെ അവർക്ക് ഈ പറഞ്ഞ പോലെ അവർ ജെന്യുവിൻ അല്ല എന്നൊക്കെ ഒരു തോട്ട് ഓഡിയൻസിന്റെ ഇടയിൽ ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ആൾക്കാർക്ക് ഇപ്പം വിനീത് മാധവന്റെ ക്യാരക്ടർ കള്ളു കുടിക്കില്ല, സിഗരറ്റ് വലിക്കില്ല, അല്ലെങ്കിൽ പറയുന്നത് കുറച്ച് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവരും കണക്ട് ആവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന, ക്ലാസ് കട്ട് ചെയ്ത് പോകുന്ന, അല്ലെങ്കിൽ ഓക്കെ വിനീത് മാധവന്റെ ക്യാരക്ടർ അത്ര പഠിക്കുന്നില്ല, പഠിപ്പൊക്കെ വീക്കാണ്, അത് നമ്മൾ പടത്തിൽ കാണിക്കുന്നത്. പക്ഷെ അതിലേക്ക് എംഫസിസ് പോകുന്നില്ല. എംഫസിസ് പോകുന്നത് ഇയാൾക്ക് ഇപ്പം ബേസിക്കലി ഇപ്പൊ ഞാൻ ഇപ്പൊ പടത്തിൽ ഇപ്പൊ ആയം തന്നെ പക്ഷേ വിനീത് മാധവൻ പരാജയപ്പെടുന്നുണ്ടല്ലോ ഉണ്ട്. പക്ഷെ അവന്റെ പരാജയം എന്ന് പറയുന്നത് കുറേയൊക്കെ അവന്റെ കൺട്രോളിലല്ല. നേരെ മറിച്ച് ഇപ്പൊ ഞാൻ അവന്റെ ക്യാരക്ടർ ഇപ്പം ആദ്യം അവൻ എടുക്കുന്ന സിനിമ അവന് കഴിവില്ലാത്തതുകൊണ്ട് അവന്റെ സിനിമ മോശമാവുന്നു എന്നാണ് ഞാൻ കാണിച്ചതെന്ന് വെച്ചാൽ ഓഡിയൻസിന് പടം ഇഷ്ടപ്പെടും. ഞാൻ കാണിക്കുന്നത് എന്താ, ഉണ്ടായിട്ടും വേറെന്തോ കാരണവശാലാണ് അയാളുടെ പടം മോശമാവുന്നതാണ്. അപ്പോൾ ഓഡിയൻസിന് അതിനോട് കണക്ഷൻ കുറയും. അപ്പോൾ ഇതൊക്കെ റിസ്ക് എടുത്ത, നമ്മൾ വേണമെന്ന് വെച്ചാൽ എടുത്ത റിസ്ക്കുകളാണ്. കാരണം ഈ കഥ പറയാൻ അങ്ങനൊരു റിസ്ക് ആവശ്യമാണ്. ഈ കഥ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇൻഡിവിജ്വലിസമാണ്. ഈ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ളൊരു ആളുടെ സ്റ്റോറി പറയുന്ന സമയത്ത് അയാളുടെ അവസാനം നമ്മൾ പടം കൺക്ലൂഡ് ചെയ്യുന്ന സാധനത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഇയാൾ അത്യാവശ്യം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. അയാൾക്ക് ടാലൻറ്റ് കുറയരുത്. എന്നാലേ നമുക്ക് അവസാനത്തിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു തീമിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ക്യാരക്ടർ ഇങ്ങനെ ആക്കിയാലേ എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കഥ പറയാൻ പറ്റുള്ളൂ. ഓക്കെ. ഇപ്പോൾ അഭിനവിൻ്റെ ഇൻ്റർവ്യൂസ് കണ്ടുകൊണ്ട് എനിക്ക് തോന്നിയതാണെന്ന് അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഇൻ്റർവ്യൂസ് കണ്ടിട്ട് ഈ സിനിമ കണ്ടുകൊണ്ട്, കാരണം എനിക്ക് വിനീത് മാധവനിലെ അഭിനവിനെ മാത്രമാണ് എനിക്ക് കാണാൻ സാധിച്ചത്. കാരണം അത് ചിലപ്പോൾ കണ്ണടയ്ക്കുള്ളതുകൊണ്ടായിരിക്കാം. അത് ഉണ്ട്, ഡെഫിനറ്റ്ലി കുറെ ഉണ്ട്. ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ, കള്ളു കുടിക്കില്ല, പുക വലിക്കില്ല. അഭിനവും അങ്ങനെ കള്ളു കുടിക്കുകയും പുക വലിക്കുകയൊന്നും ചെയ്യില്ലല്ലോ. പക്ഷെ ഞാൻ പറയട്ടെ, വിനീത് മാധവനും ഞാനും തമ്മിൽ ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത്, വിനീത് മാധവനെ ഞാൻ കാണിച്ചിട്ടുള്ള ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ്. ഞാൻ ഒരിക്കലും എന്നെ അത്ര ടാലന്റഡ് ആയിട്ട് എന്നെ തന്നെ ഞാൻ കാണുന്നില്ല. അത് എന്തുകൊണ്ടാണ് ഞാൻ ടാലന്റഡ് ആക്കിയതെന്ന് വെച്ചാൽ, ഒരിക്കലും അത് വേറെ ഒന്നുമല്ല, അതിന് ഈ കഥ പറയാൻ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ്, എന്നിട്ടും ഇയാൾക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കാണിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് അയാളുടെ ടാലന്റ് ഇത്രയും ഹൈ ലെവലിൽ, ഇത്രയും ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ആൾ. ഞാൻ ഒരിക്കലും എന്നെ തന്നെ അത്ര ടാലന്റഡ് ആയിട്ട് കാണുന്നില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഒരു ബയോഗ്രഫിക്കലൊന്നും അല്ല. ഇതാ എനിക്ക് തോന്നുന്നത് ജനറലി ഉള്ളൊരു എൻ്റെ ഒരു ഇന്റർവ്യൂസ് കാണുന്ന സമയത്ത് ആൾക്കാർ വിചാരിക്കുന്നത് എന്തോ ഇത് ഞാൻ എൻ്റെ തന്നെ കഥ എടുത്തു. അങ്ങനെയല്ല, അത് കഥ ഫിക്ഷനാണ്, അതറിയാലോ. അപ്പം ഒരിക്കലും ഞാൻ എന്നെ തന്നെ ഇങ്ങനെ കാണുന്നുമില്ല. എനിക്ക് ഈ കഥ പറയാൻ ഇയാൾ ഇത്രയും ടാലന്റഡ് ആയിട്ട് ഒരാളായിട്ട് കാണിക്കും. ഈ സാധാരണ നമ്മൾ ഈ സിനിമകളിൽ ഈ സ്ട്രഗിളിങ് ഫിലിം മേക്കേഴ്സിൻ്റെ കഥ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിരന്തരമായി പരാജയപ്പെടുമ്പോൾ അവരിതുപോലെ മദ്യപിക്കുന്നു, മുഷിഞ്ഞ ഷർട്ട്, മുടിയൊക്കെ ഒരുമാതിരി ഭയങ്കര ഷാബി ആയിട്ടൊരു ക്ഷീണിച്ച പോലെ. പക്ഷെ ഇവിടെ വിനീത് മാധവൻ ഭയങ്കര ഫോക്കസ്ഡ് ആയതുകൊണ്ടായിരിക്കാം, ഗോളിൽ അത്രത്തോളം ഫോക്കസ്ഡ് ആയതുകൊണ്ടായിരിക്കാം, വളരെ വെൽ ഡ്രസ്ഡ് ആണ്, ഒരു സ്വാഗ് ഉണ്ട്. ഈ ഒരു ഗെറ്റപ്പ് ഉണ്ടല്ലോ, വിനീത് മാധവൻ്റെ ഈ ഒരു ഗെറ്റപ്പ്, ആ ഒരു തോട്ടിലേക്ക് എങ്ങനെയാണ് എത്തിയത്? എനിക്ക് ജനറലി എൻ്റെ ഹീറോസിനെ ഭയങ്കര ഭംഗിയായിട്ട് കാണിക്കാൻ ഇഷ്ടം. എനിക്ക് ജനറലി എനിക്ക് എൻ്റെ എനിക്ക് ഇഷ്ടം. എനിക്ക് ആക്ച്വലി ആണുങ്ങളെ എനിക്ക് നല്ല ഫീച്ചേഴ്സ്, ഇപ്പം വിനീതേട്ടൻ്റെ ഏറ്റവും ബെസ്റ്റ് ആംഗിൾ ഏതാന്ന് നോക്കിയിട്ട് അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്തത് മുകുന്ദുണ്ണി അസോസിയേറ്റ്സ്. എനിക്ക് വിനീതേട്ടനെ ഏറ്റവും ഭംഗിയിൽ കാണിക്കണം എന്ന് ആഗ്രഹമായിരുന്നു. വിനീതേട്ടൻ്റെ ഒരു ക്യാരക്ടറിന്റെ പ്രത്യേകത അങ്ങനെ ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. മുകുന്ദുണ്ണി പെർഫെക്ഷനിസ്റ്റ് ആണ്. മുകുന്ദുണ്ണിക്ക് പറഞ്ഞ പോലെ ഒരു ലെവൽ ഓഫ് ഹി ഷുഡ് ഡ്രസ് ടു ഇംപ്രസ് എന്നുള്ളൊരു ആംഗിൾ ഉണ്ട്, ഡെഫിനറ്റ്ലി അതുണ്ട്. അത് ആ കഥയിനകത്ത് ഉണ്ട്, അത് ആ സ്ക്രിപ്റ്റിനകത്ത് ഉണ്ട്. അതിന് ഉപരി എനിക്ക് ജനറലി ഇപ്പം നസ്ലിനെ എനിക്ക് ഓഫ് കോഴ്സ് ആസ് എ പെർഫോമർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും കൂടെ എനിക്ക് അവനെ കാണാനും ഇഷ്ടമാണ്. ഭയങ്കര ഹാൻസം അല്ല അവൻ, ഭയങ്കര ഹാൻസം അല്ല. എനിക്ക് അവൻ്റെ ആ ഹാൻസം ഫീച്ചേഴ്സ് എനിക്ക് ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവനൊരു ഡയമണ്ട് ഫേസ്, അവന് ഭയങ്കര രസമാണ് അവൻ്റെ ഫേസ്. അവന് ഏത് ആംഗിളിൽ നോക്കിയാലും അവന് ഭംഗിയാണ്. അവനെ എനിക്ക് ഇപ്പം ഞാൻ പറയാം, മറ്റേ അപ്ന ഫ്രൈഡേ ആയേക്ക എന്നൊരു സോങ്ങിൻ്റെ റീസൺ, ഞാൻ ആ സോങ് അങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, എനിക്ക് അവനെ 90s ഷാറൂഖ് ഖാൻ്റെ പോലെ, 90s ഷാറൂഖ് ഖാൻ്റെ ഒരു സോങ് ഉണ്ട്, എന്താ പറയുക, യെസ് ബോസിലൊരു പാട്ടുണ്ട്, അതിൽ ഷാറൂഖ് ഖാൻ ഇങ്ങനെ ബ്ലേസേഴ്സ് ഒക്കെ ഇട്ടിട്ട് ഒരു സോങ് ഉണ്ട്. എനിക്ക് അതുപോലെ നസ്ലിനെ ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഷൂട്ട് ചെയ്തത്. എനിക്ക് എൻ്റെ ഹീറോനെ എനിക്ക് ഭംഗിയായിട്ട് കാണിക്കാൻ താല്പര്യമുണ്ട്. അല്ലാതെ വിനീത് മാധവന്റെ ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു എലിവേഷൻ നടക്കുന്നുണ്ടല്ലോ, അതായത് അതുണ്ട്, അത് ഓട്ടോമാറ്റിക്കലി സ്ക്രിപ്റ്റിലുണ്ട്. പക്ഷെ എനിക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ട്, എൻ്റെ ഹീറോനെ നല്ല ഭംഗിയായിട്ട് കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട്.
അതുകൊണ്ടാണ്. മുകുന്ദനുണ്ണിയെ സംബന്ധിച്ചിടത്തോളം അഭിനവിൻ്റെ ഏറ്റവും വലിയൊരു പ്രൗഡ് എന്ന് പറയുന്നത് വിനീത് ശ്രീനിവാസന് ഡയറക്റ്റ് ചെയ്തു, അതായത് മുകുന്ദനുണ്ണിയിലേക്ക് ഡയറക്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രൗഡ് മൂമെൻ്റ് ആയിട്ട് അഭിനവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മോളിവുഡ് ടൈംസിലേക്ക് വരുമ്പോൾ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ആസ് എ ഡയറക്ടർ എന്താണ് ഏറ്റവും വലിയൊരു പ്രൗഡായിട്ട് തോന്നിയത്? എനിക്ക് പ്രൗഡായി തോന്നാനുള്ള എനിക്ക് തോന്നിയ ഇതാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ഈ പറഞ്ഞ കഥ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ കഥ ഇപ്പോൾ പറഞ്ഞേ പറ്റൂ. അതെനിക്ക് പറയാൻ പറ്റിയ ഒരു കാര്യമുണ്ടല്ലോ, എനിക്ക് പറയാൻ പറ്റിയെന്നുള്ളത് ഞാൻ ഭയങ്കര പ്രൗഡാണ്. കാരണം ഇതിപ്പം ഇതിനെക്കുറിച്ച് മിക്സ്ഡ് ഒപ്പീനിയൻസ് വരും. സെക്കൻഡ് ഹാഫിനെ കുറിച്ച് ഓഫ് കോഴ്സ് സെക്കൻഡ് ഹാഫിൽ ചെറിയ ലാഗ് ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ അതൊക്കെ ഒപ്പീനിയൻസൊക്കെ വന്നേക്കാം. പക്ഷേ ഈ പടം 20 വർഷം കഴിഞ്ഞാലും ഓർക്കപ്പെടും, അതിലെനിക്ക് ഒരു ഡൗട്ടും ഇല്ല. കാരണം ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വേറെ ആരും പറഞ്ഞിട്ടില്ല മുന്നേ, അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ട സിനിമകളിൽ പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ അതിൽ ഭയങ്കര പ്രൗഡാണ്. ഞാൻ ആഗ്രഹിച്ചൊക്കെ എനിക്ക് പറയാൻ പറ്റി എന്നുള്ളത്. ആൻഡ് കുറേ ആൾക്കാർ ഇത് ഓർക്കും, എടുത്ത് പറയും. ഫ്യൂച്ചറിൽ കുറേ ഡിസ്കഷൻസ് ഉണ്ടാവും ഈ സിനിമ വെച്ചിട്ട്. ഇപ്പോൾ സെക്കൻഡ് ഹാഫിൽ ആ ലാഗിനെ കുറിച്ച് ഞാനും സോഷ്യൽ മീഡിയയിൽ റിവ്യൂസ് കണ്ടായിരുന്നു, കുറച്ചുകൂടെ ട്രിം ചെയ്യായിരുന്നു എന്നൊക്കെ ഉള്ളൊരു ഇത് കണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു, ഞാൻ ഇൻ്റർവ്യൂവിലാണെന്ന് തോന്നുന്നു അഭിനവ് പറഞ്ഞത്, ഇതിനകത്ത് കുറച്ചുകൂടെ അയാളുടെ ഇമോഷൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് വിനീത് മാധവൻ്റെ ഇമോഷൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് അഭിനവ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് കാരണമല്ലേ ലാഗ് വന്നത്. അത് നമ്മൾ ഈ പടത്തിന് റിലീസ് 1 മാസം മുന്നേ തന്നെ നമുക്ക് ഈ ലാഗ് ഉള്ള കാര്യം നമുക്ക് 1 മാസമല്ല, അതിന് മുന്നേ നമുക്ക് മനസ്സിലായി, ഇതിലൊരു ഇഷ്യൂ നമുക്ക് മനസ്സിലായി. നമ്മൾ കുറേ ട്രിം ചെയ്തു. എന്നിട്ട് ട്രിം ചെയ്തൊരു 10 മിനിറ്റോളം നമ്മൾ ട്രിം ചെയ്തൊരു വേർഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് അത് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. അത് വീണ്ടും കൺഫ്യൂസിങ് ആയി തുടങ്ങി ഓഡിയൻസ്. നമ്മൾ കാണിച്ച ആൾക്കാർക്കൊക്കെ അത് ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയിലോട്ട് പോയി. എന്നുവെച്ചാൽ ട്രിം ചെയ്യുമ്പം കണക്ഷൻ വിട്ടുപോകാം. ഇപ്പം അറ്റ്ലീസ്റ്റ് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. ട്രിം ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഒരു കണക്ഷൻ കിട്ടാതെ ജമ്പ് അടിക്കുക. അപ്പോൾ നമ്മൾ കുറേ ട്രിം ചെയ്ത് നോക്കിയതാണ്. അപ്പം ഇതൊരിക്കലും അത് എഡിറ്റിലുള്ള ഇഷ്യൂ അല്ല. അത് നമ്മൾ കുറേ എഡിറ്റ് ചെയ്ത് നോക്കിയതാണ്, പക്ഷേ അത് പറ്റിയില്ല. എഡിറ്റ് ചെയ്യുമ്പോഴും അത് പടം വീണ്ടും പ്രശ്നത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു വേർഷൻ ആയിരിക്കും ഓഡിയൻസിനെ എല്ലാം മനസ്സിലാവുമല്ലോ, അറ്റ്ലീസ്റ്റ് ലാഗ് ഉണ്ടെങ്കിലും മനസ്സിലാവുമല്ലോ എന്നുള്ള ആംഗിൾ നമ്മൾ ഇറക്കി. പൊതുവേ നമ്മൾ ഈ റൈറ്റിംഗ് പ്രോസസ്സിൽ ഇത് വർക്ക് ചെയ്തിരുന്നു എന്നുള്ളൊരു ഡൗട്ടാണ് എനിക്കിപ്പോൾ വന്നത്. നമ്മൾ ഈ സാധാരണ ഹെലികോപ്റ്റർ റൈറ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതായത് അനാവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ഈ പ്രേക്ഷകരെ മുഷിപ്പിക്കുന്ന ഒരു റൈറ്റിംഗ് സ്റ്റൈല്. പക്ഷേ ഒരിക്കലും മുകുന്ദനുണ്ണിയിലാവട്ടെ, ഇപ്പോൾ വോയിസ് ഓവർ ഉണ്ടെങ്കിൽ പോലും, ഇതിലും വോയിസ് ഓവർ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു ഹെലികോപ്റ്റർ റൈറ്റിങ്ങിനായിട്ട് പോയിട്ടില്ല. വളരെ ഷാർപ്പാണ് ഡയലോഗ്സ് എല്ലാം. അപ്പോൾ ഈ ഒരു ലാഗിൻ്റെ ഒരു പ്രശ്നം അത് റൈറ്റിംഗ് പ്രോസസ്സിൽ അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. റൈറ്റിംഗ് പ്രോസസ്സിൽ അത് സോൾവ് ചെയ്യേണ്ടതായിരുന്നു. മേ ബി അതൊന്നുകൂടി ഞാൻ ഇരുന്നിരുന്നെങ്കിൽ സോൾവ് ആവുമായിരുന്നു. അത് കംപ്ലീറ്റ്ലി അത് എൻ്റെ ബ്ലെയിം എൻ്റെ മുകളിൽ തന്നെ. അതൊന്നുകൂടി ഇരുന്നാൽ സോൾവ് ആവുമായിരുന്നു. ചെറിയ ഒരു ഇരുന്നാൽ സോൾവ് ആവേണ്ടതായിരുന്നു. അത് പോസ്റ്റ് പ്രൊഡക്ഷനൊന്നും ചെയ്യാൻ പറ്റില്ല. അത് റൈറ്റിംഗ് തന്നെ ചെയ്യണമായിരുന്നു. ഓക്കെ. ഇപ്പോൾ ഈ നസ്ലിനോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ നസ്ലിൻ്റെ മുന്നേ ഉള്ള സിനിമകളെല്ലാം ഒരു ഫീൽ ഗുഡ് ക്യാരക്ടറാണ്, ഭയങ്കര ചാമിങ് ആയിട്ടുള്ളൊരു നെക്സ്റ്റ് ഡോർ ബോയ് ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം നസ്ലിൻ തന്നെ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, വിനീത് മാധവനെ പോലത്തെ ഒരാളെ ഞാൻ എൻ്റെ ജന്മത്ത് കണ്ടിട്ടില്ലെന്ന്. പക്ഷേ ഈ സിനിമയിൽ എൻട്രി ആയപ്പോൾ പിന്നെ കണ്ടു എന്നാണ് പറഞ്ഞത്. നസ്ലിനുള്ള ഇഷ്ടമൊക്കെ ശരിയാണ്, പക്ഷേ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ നസ്ലിൻ ചെയ്തിട്ടില്ല. നസ്ലിന് വിനീത് മാധവൻ്റെ ഒരു ട്രെയ്റ്റ് ഉണ്ട്. അതെങ്ങനെയാണ് നസ്ലിനെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്നെങ്ങനെയാണ് തോന്നിയത്? അതൊക്കെ ഒരു ബ്ലൈൻഡ് ട്രസ്റ്റ് അല്ലേ. നമുക്ക് ഒരാളോട്, ഒരു ആക്ടറിനോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അയാളോട് ട്രസ്റ്റ് തോന്നുമല്ലോ, അത്രേ ഉള്ളൂ. അതൊക്കെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ഇതൊക്കെ പെട്ടെന്ന് എടുക്കുന്ന ഒരു ഡിസിഷനാണ്. ഒരിക്കലും നമ്മൾ ആലോചിച്ച് ഇങ്ങനെ കുറേ കാൽക്കുലേഷൻ ഒന്നും. ആ സമയത്ത് നസ്ലിനെ നമ്മൾ ഈ പടത്തിന് വേണ്ടി ആലോചിക്കും. പ്രേമലു പോലും അറിയില്ല, പ്രേമലു ഷൂട്ട് കണ്ടിട്ടാണ്. അതെ. അപ്പോൾ നമുക്ക് ഒരു ആക്ടറിനോട് നമുക്കൊരു ഇഷ്ടം തോന്നുന്ന സമയത്ത് നമുക്കത് ഓട്ടോമാറ്റിക്കലി കൂടുതൽ ആലോചിച്ചിട്ടൊന്നുമില്ല. അത് അങ്ങനെ തന്നെ ഒരാളോട് ഇഷ്ടം തോന്നുമ്പോൾ നമുക്ക് അതിനോട് ട്രസ്റ്റ് തോന്നും. അങ്ങനെ പോയതാ, കൂടുതൽ ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ ഈ സിനിമയിലെ കാസ്റ്റിങ് എനിക്ക് ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് തോന്നിയ ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. അതൊന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ്, പിന്നെ വിനീത് മാധവൻ്റെ കുട്ടിക്കാലം അഭിനയിച്ച ആ കുട്ടിയുണ്ടല്ലോ, പിന്നെ വിനീത് ശ്രീനിവാസൻ. അപ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ സിനിമകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാലിബർ ഉപയോഗിച്ച്, കവി എന്നുള്ള രീതിയിൽ ഓഫ് കോഴ്സ് അദ്ദേഹം ഒരു ഗ്രേറ്റ് ആണ്, പക്ഷെ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടാലൻറ്റ് ഉപയോഗിച്ചൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് നസ്ലിൻ ഈ അപ്പുപ്പ എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ, ഭയങ്കര സ്വീറ്റ് ആയിട്ടാണ് തോന്നിയത്. ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് സാറിലേക്ക് എങ്ങനെയാണ് എത്തിയത് ആ ക്യാരക്ടർ? ഈ സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പോഴേക്കും എൻ്റെ മനസ്സിൽ ഫസ്റ്റ് തോന്നിയ ആള് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡാണ് അപ്പൂപ്പന്.
ആ സൗകര്യമില്ല എന്ന് പറയുന്ന ബാലൻസ് ചുള്ളിക്കാടിൻ്റെ ആറ്റിറ്റ്യൂഡാണ് അപ്പൂപ്പൻ. അപ്പൂപ്പൻ എന്ന് പറയുന്നത് അതറിയാലോ, ക്യാരക്ടർ ഫോം ചെയ്ത് വന്നപ്പം അയാളുടെ വേറെ ആർക്കാ ഇത് കറക്റ്റായിട്ട് പ്ലേ ചെയ്യാൻ പറ്റുക? ആദ്യം തന്നെ സാറ് തന്നെയായിരുന്നു എഴുതുമ്പം നമുക്ക് മനസ്സിലുണ്ടായിരുന്നു. എഴുതി ഇങ്ങനെ വന്നപ്പോഴേക്കും ഫസ്റ്റ് എനിക്ക് വന്ന തോട്ട് പുള്ളി തന്നെ. കാരണം പുള്ളിയുടെ ആറ്റിറ്റ്യൂഡാണ് ക്യാരക്ടറിനുള്ളത്. പിന്നെ കുട്ടിക്കാലം അഭിനയിച്ച മോനുണ്ടല്ലോ, എനിക്ക് അഭിനവ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സോഷ്യൽ മീഡിയയിൽ സിനിമ കണ്ടപ്പോൾ എനിക്കത് പെട്ടെന്ന് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റ് കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ആ കുട്ടിക്ക് അഭിനവിൻ്റെ അതേ ഫേസ് കട്ടാണെന്നുള്ളത്. അതൊക്കെ വെറും കോയിൻസിഡൻസ് ആയിരിക്കും. അത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി സങ്കടപ്പെട്ടിരിക്കും, നസ്ലിൻ്റെ അതേ കട്ടുള്ള ഒരാളെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കും. കാരണം നമ്മൾ പ്രീ പ്രൊഡക്ഷൻ ഭയങ്കര കുറവായിരുന്നു. അത് 1 മാസത്തിൽ പ്രീ പ്രൊഡക്ഷൻ തീരേണ്ട ആവശ്യം വന്നു. ഭയങ്കര പെട്ടെന്ന് ഷൂട്ട് പോകേണ്ട വന്നു. അപ്പം മിനിമം 3 months പ്രീ പ്രൊഡക്ഷൻ വേണം ഈ പടത്തിന്. പക്ഷേ അത് പറ്റില്ല, ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഓഫ് കോഴ്സ് ഈ പയ്യൻ നല്ല അടിപൊളിയായി ചെയ്തു. പക്ഷേ എൻ്റെ മനസ്സിൽ ഓക്കെ കുറച്ചുകൂടെ ഫേസ് കട്ട് നസ്ലിനുമായിട്ട് സാമ്യതയുള്ള ഒരാൾ വേണം എന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ കിട്ടിയില്ല. കറക്റ്റ് ഈ പയ്യൻ പക്ഷേ നന്നായി പെർഫോം ചെയ്തുകൊണ്ട് നമ്മൾ ലോക്ക് ചെയ്ത് ചെയ്ത പെർഫോമൻസ് വൈസ് ഒക്കെ കറക്റ്റ് ആയതുകൊണ്ട്. പക്ഷേ ഇത് ഭയങ്കര കോയിൻസിഡൻസ് ആണ്. നമ്മൾ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല, നമ്മൾ പെട്ടെന്ന് ആൾക്കാരെ ലോക്ക് ചെയ്ത് പോവായിരുന്നു. വിനീത് ശ്രീനിവാസൻ്റെ ക്യാരക്ടർ സത്യം പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ഇങ്ങനെ ഈ ചില സിനിമകളൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, ഈ സിനിമയ്ക്കൊക്കെ ഇങ്ങനെ പ്രൊഡ്യൂസറിനെ കിട്ടി. പിന്നെ ചില വലിയ പ്രൊഡ്യൂസറിൻ്റെ പേരുകൾ ഇന്നാൾ പ്രസൻസ് എന്ന് ഒരുപാട് മോശം സിനിമകളിൽ ഇങ്ങനെ വരുന്ന കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, ഇദ്ദേഹത്തിനൊക്കെ ഈ സിനിമകൾ എങ്ങനെ നിർമ്മിക്കാൻ തോന്നുന്നു എന്ന് വിചാരിക്കാറുണ്ട്. അതിനുള്ളൊരു ഉത്തരം കൂടിയായിരുന്നു വിനീത് ശ്രീനിവാസൻ്റെ ക്യാരക്ടർ. ശരിക്കും അത്തരത്തിലുള്ള നിർമ്മാതാക്കളിലൂടെ അഭിനവ് കടന്നു പോയിട്ടുണ്ടോ? അവരെ അത്തരം ആൾക്കാരിലേക്ക് അഭിനവിൻ്റെ ലൈഫ് പോയിട്ടുണ്ടോ? ആ ഒരു എക്സ്പീരിയൻസ് ചില സമയത്ത് ഞാൻ അങ്ങനെ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ ഫിക്ഷനാണ്, ഓവറോൾ പടം ഫിക്ഷനാണ്. പക്ഷേ ആ പടത്തിന് ആവശ്യമായിരുന്നു ആ കാര്യം. കാണുമ്പം അറിയാലോ അത് എന്തുകൊണ്ടാണ് അത് വന്നത്. അപ്പോൾ അത് ആവശ്യമായിരുന്നു പടത്തിന്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പം ഇങ്ങനെ ഒരു സിനിമ എടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അഭിനവ് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇനി ഒരു ഫിലിം മേക്കർ ആവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പുകളുടെ ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഈ സിനിമ എന്ന് തോന്നുന്നു. അങ്ങനെയും എടുക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിനായിട്ട് കൂടുതൽ ഞാൻ എന്തുകൊണ്ടാണ് ഇത് എടുത്തതെന്ന് വെച്ചാൽ ഈ പെർസിവറൻസ് എന്ന് പറയുന്ന കാര്യത്തിൻ്റെ കുറിച്ച് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഈ പടം കണ്ട കുറേ ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. നമ്മൾ എന്ത് സംഭവിച്ചാലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, അതെനിക്ക് തോന്നുന്നു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് എന്തും കാര്യം വേണമെങ്കിൽ കേട്ടോ, അത് എനിക്ക് തോന്നുന്നു നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. അത് എന്ത് സംഭവിച്ചാലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതുണ്ടല്ലോ, അതിൻ്റെ ഏത് ലെവൽ വരെ അത് എത്ര പീക്കിലോട്ട് അത് ട്രൈ ചെയ്യണം എന്നുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് കുറച്ച് ക്ലാരിറ്റി കൊടുക്കേണ്ടത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അല്ല, ഇതിൻ്റെ ഈ ട്രൈനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇവിടെ വിനീത് മാധവനെ ചതിക്കുന്നവരെ തിരിച്ച് പണി കൊടുക്കാനല്ല, കീപ്പ് ഓൺ വർക്കിംഗ് ആണ് അവിടെ വിനീത് മാധവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഭിനവ് അങ്ങനെയാണോ? ഞാൻ അങ്ങനെ തന്നെ. അതൊക്കെ എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് ഉണ്ടായിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസിൽ മോശം എക്സ്പീരിയൻസ് ആണെങ്കിലും ഇപ്പോൾ ആൾക്കാർ എന്നോട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഞാൻ ഒരിക്കലും അവരോട് തിരിച്ചു പോയിട്ട് റിവെഞ്ച് എടുക്കാനോ അങ്ങനെയൊന്നും ഞാൻ പോയിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ റിവെഞ്ച് എന്ന് പറയുന്നത് സിനിമ ഉണ്ടാക്കാന്നുണ്ട്. അപ്പം അവരെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തു പടത്തിൽ ഞാൻ ക്യാരക്ടേഴ്സായിട്ട് ഞാൻ അവരെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇതിലും കൂടുതൽ എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ സിനിമയിലെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പേര് ചെക്കോവ്സ് കണ്ണെന്നാണ്. ഇപ്പം സിനിമകളിൽ തന്നെ നമ്മൾ പല തിയറീസും ഉപയോഗിക്കുമല്ലോ. ചിലവർ പർപ്പസ്ഫുള്ളി ഉപയോഗിക്കും, ചില ഡയറക്ടേഴ്സ്. ഇപ്പം അഭിനവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ സിനിമയിലൊരു തുടക്കം ഒരു സംഭവമുണ്ട്, അതിലേക്ക് തന്നെയാണ് ഇതിൻ്റെ ഒരു ക്ലൈമാക്സും കറങ്ങി നിൽക്കുന്നത്. അപ്പം ഈ തിയറി മനസ്സിൽ കണ്ടാണോ അത് ചെയ്തത്? അല്ല, അതൊക്കെ കുറച്ചൊക്കെ അറിയാതെ വന്നതായിരിക്കും കേട്ടോ. അതൊന്നും അത്രയ്ക്ക് ഞാൻ പോയിട്ടില്ല. മേ ബി ആലോചിച്ചാൽ മേ ബി ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഞാൻ അത്ര ഡീറ്റെയിൽ ഇട്ട് അത് ഈ പോയിന്റ് ഞാൻ ആലോചിച്ചിട്ടില്ല. ഇനി രാമു ആലോചിച്ചിട്ടുണ്ടോയെന്ന് ഞാൻ ചോദിക്കണം അവൻ്റെ അടുത്ത്. ഒന്ന് ചോദിച്ചു നോക്കട്ടെ രാമുവിനോട്. ഇപ്പോൾ മാത്രമല്ല, ഈ സിനിമയിലെ ചില ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഞാൻ ചില റിവ്യൂസിൽ കണ്ടതാണ്. ഇപ്പോൾ ഫൗണ്ടൻ ഹെഡ് എന്നൊരു നോവല്, അത് വായിച്ചിട്ടുണ്ടോ? ഞാൻ ചെറുപ്പത്തിൽ വായിച്ച നോവലാണ്. അതെന്തെങ്കിലും രീതിയിൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? അയൺ റാൻഡ് അല്ലേ ബേസിക്കലി സംഭവം എന്താ വെച്ചാൽ, ഈ അയൺ റാൻഡിൻ്റെ ബുക്ക് ഇപ്പം ഫൗണ്ടൻ ഹെഡ് എസ്പെഷ്യലി ഞാൻ വായിക്കാൻ കാരണം എന്ന് പറയുന്നത്, എനിക്കൊന്ന് സ്കൂളിലാണോ കോളേജിലാണോ എനിക്ക് അറിഞ്ഞൂടെ, 2-3 പെൺകുട്ടികൾ ഇങ്ങനെ എൻ്റെ അടുത്ത് ഒരു ദിവസം വന്നിട്ട് അബി ഫൗണ്ടൻ ഹെഡ് വായിച്ചിട്ടുണ്ടോ ചോദിച്ചു. അപ്പം ഞാൻ ആ സമയത്ത് ഷോർട്ട് ഫിലിംസൊക്കെ ഇങ്ങനെ ചെയ്ത് തുടങ്ങുന്ന സിറ്റുവേഷനായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വായിച്ചിട്ടില്ല. അതിൽ ലീഡ് ക്യാരക്ടർ അത് വായിച്ചപ്പോൾ അതിൽ ലീഡ് ക്യാരക്ടർ എനിക്ക് അബിയായിട്ട് ഭയങ്കര സാമ്യത തോന്നുന്നു. അബിയായിട്ട് ഭയങ്കര സാമ്യത തോന്നുന്നു. അപ്പോഴാണ് ഞാൻ അടുത്ത് വായിച്ചത്, ആ അയൺ റാൻഡിൻ്റെ ബുക്ക് ഞാൻ അടുത്ത് വായിച്ചത്. പിന്നെ അതിന് ശേഷം ഞാൻ വിട്ടു. പിന്നെ അയൺ റാൻഡിനോടൊക്കെ എനിക്ക് വെറുപ്പായിരുന്നു.
അതെന്താ? ഒരു 20s കയറിയ സമയത്ത് ഞാൻ ഭയങ്കര സോഷ്യലിസ്റ്റായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരുന്നു. ഇൻഡിവിജ്വലിസത്തിനോട് പുച്ഛായിരുന്നു, മറ്റേ അയൺ റാൻഡിനോട് പുച്ഛായിരുന്നു. അപ്പം എനിക്ക് പിന്നെ ആ സമയത്ത് പിന്നെ ഇതൊന്നും അല്ല കറക്റ്റ് തോട്ട് പ്രോസസ്സ്, വേറെയാണെന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു തോട്ട്. പിന്നെ പതുക്കെ ഒരു 30s കയറിയപ്പോഴേക്കും അയൺ റാൻഡ് ശരിയായിരുന്നു എന്നെനിക്ക് തോന്നി. അതെന്താ അങ്ങനെ തോന്നാൻ കാര്യം? എക്സ്പീരിയൻസ് ആണ് അത്. നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ലൈഫിൽ സംഭവിക്കുമ്പം ചിലത് നമ്മൾ മണ്ടത്തരമാണെന്ന് പണ്ട് വിചാരിച്ചൊക്കെ മണ്ടത്തരം ആയിരുന്നില്ല എന്ന് തോന്നും. നമ്മൾ മാറുമല്ലോ, നമ്മൾ പല എക്സ്പീരിയൻസും നമ്മൾ മാറ്റുമല്ലോ. അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം ഞാൻ ഒരിക്കലും ഡെലിബറേറ്റ് ആയിട്ട് ഞാൻ അതിൽ ഇൻസ്പിറേഷൻ വന്നതല്ല. രാമു അടുത്ത് ഞാൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പടം ചെയ്യുന്ന സമയത്ത് പറഞ്ഞതെന്ന് പറയുന്നത്, നമുക്ക് ഒരു പടം നമ്മൾ റെഫറൻസ് വെക്കാൻ പാടില്ല, ഒരു പടവും നമ്മൾ നോക്കാനും കൂടി പാടില്ല. നമുക്ക് എനിക്ക് ഒറിജിനൽ സിനിമകൾ മാത്രം ഇനി ചെയ്താൽ മതി. അപ്പം എനിക്ക് ഫസ്റ്റ് പടത്തിൽ ഇവന്തോ അത് കോപ്പിയൊന്നും അല്ലെങ്കിലും കൂടെ ആൾക്കാരിങ്ങനെ പറയും, ഇങ്ങനെ ഇന്ന് നൈറ്റ് ഓർഡറായിട്ട് അത് നിങ്ങൾ കോപ്പി അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാമു എടുത്ത് ക്ലിയറായി പറഞ്ഞത്, എനിക്ക് ഒറിജിനലായിട്ടുള്ള ആരും പറയാൻ ഒരു പടത്തിൻ്റെ പേര് കൊണ്ട് പറയാൻ പാടില്ല. ഞാൻ എപ്പോഴും എന്നെ തന്നെ ഇൻട്രോസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളതിൽ എന്തൊക്കെയാണ് തെറ്റ്, എന്തൊക്കെയാണ് ശരി, എവിടെയും ഞാൻ റോങ് ആയി പോയത്, ഡിസിഷൻസ് എടുത്തത് എന്നൊക്കെ ഞാൻ ആലോചിക്കുന്നത് ഭയങ്കരമായിട്ട് ഡെയിലി നൈറ്റ് തന്നെയാണ് എൻ്റെ പണി. അപ്പം ഞാൻ സ്വയം ഇങ്ങനെ ആലോചിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ മാറ്റി ചിന്തിച്ചിട്ടുണ്ട് പല സാധനങ്ങൾ. അപ്പം അങ്ങനെ മാറ്റി ചിന്തിച്ചൊരു കാര്യം. അപ്പോൾ ഒരിക്കലും ഞാൻ ഈ പറഞ്ഞ പോലെ വേണമെന്ന് വെച്ചിട്ട് വന്ന ഇൻസ്പിറേഷൻ ഒന്നുമല്ല. പക്ഷേ ഞാനിങ്ങനെ ഈ കഥ ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് ഞാൻ രാമു എടുത്ത് പറഞ്ഞ സമയത്ത് രാമു എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെയാണ്, ഇത് ഫൗണ്ടൻ ഹെഡുമായിട്ട് ചുമ്മാ ഒന്ന് അപ്പം രാമു എടുത്ത് ഞാൻ പറഞ്ഞു, എന്തുണ്ടെങ്കിലും റെഫർ ചെയ്തോ, പക്ഷേ ഒരിക്കലും നമ്മൾ ഒറിജിനൽ വർക്ക് തന്നെ ആയിരിക്കണം. നമ്മുടെ സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഒറിജിനലായിട്ട് തന്നെ ചെയ്യണം. കാരണം എനിക്ക് മടുത്തു. ഇങ്ങനെ എന്തായിരുന്നു, നമ്മൾ ഒരു 4-5 വർഷത്തോളം 4 വർഷത്തോളം സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് മൂന്നുമണി അസോസിയേറ്റ്സ്. അത് ആ സ്ക്രിപ്റ്റ് എഴുതാൻ അത്രയും എഫേർട്ടും അത്രയും ടൈമും അത്രയും ഒബ്സസ്ഡ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനും വിമലും നമ്മുടെ അത്രയും ബ്രെയിൻ പവർ ആ പടത്തിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു വാക്കിൽ കോപ്പി ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഹേർട്ടാവുന്നൊരു കാര്യം. കാരണം ആ പടം ആ സ്ക്രിപ്റ്റ് ഇവിടെയുള്ള ഇൻഡസ്ട്രിയിലെ ഏറ്റവും ബെസ്റ്റ് റൈറ്ററിന് കൊടുത്താൽ, അതേ സ്ക്രിപ്റ്റ് ആ ഒരു ഏറ്റവും ബെസ്റ്റ് റൈറ്റർ ഇൻഡസ്ട്രിയിൽ എടുത്ത് കൊടുത്താലും മിനിമം 2 വർഷം എടുക്കും ചെയ്യാൻ ആ സ്ക്രിപ്റ്റ്. അപ്പം അത്രയും ഡിഫിക്കൽട്ടാണ് ആ സ്ക്രിപ്റ്റ് എഴുതാൻ. അപ്പം അതിനെ ഭയങ്കര ചുരുക്കി കോപ്പി എന്ന് പറയുമ്പോൾ നല്ല ദേഷ്യം വരും. ഈ 48 Laws of Power, റോബർട്ട് ഗ്രീൻ്റെ ഒരു പുസ്തകമുണ്ട്. ഈ സിനിമയിലെ പല കാര്യങ്ങളും, അതായത് റോമിയോ ആൻഡ് ജൂലിയറ്റിനെ കുറിച്ചുള്ള പരാമർശവും മാത്രമല്ല വിനീത് മാധവൻ്റെ ക്യാരക്ടറൈസേഷനും എല്ലാം ഈ 48 Laws of Power എന്ന പുസ്തകത്തിൻ്റെ ചില ഇൻഫ്ലുവൻസസ് ഉള്ളതായിട്ടുള്ള ചില പോസ്റ്റുകളൊക്കെ ഞാൻ വായിച്ചായിരുന്നു. അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ ഒന്നും പോസ്റ്റുകളൊന്നും വായിച്ചിട്ടില്ല. എനിക്ക് വരുന്ന മെസ്സേജസ് മാത്രമേ ഞാൻ വായിച്ചുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ചില റിവ്യൂസ് കണ്ടിട്ടുണ്ട്, അതിന് താഴെയുള്ള ചില കമൻസ് വായിച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി അത് ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വായിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഓവറോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ അതിനകത്ത് ആ ബുക്കിൽ പ്രധാനമായിട്ട് പരാമർശിക്കുന്നത്, നമ്മളൊരു അധികാരത്തിലേക്ക് എത്തുന്നതിന് ഇതേപോലുള്ള ശരിയായിട്ടുള്ള വഴികളുണ്ടല്ലോ, ആ ശരിയായിട്ടുള്ള വഴികളല്ലാതെ എങ്ങനെയാണ് അധികാരത്തിലെത്തുന്നത് എന്നതിൻ്റെ ഒരു സംഭവം. 48 Laws of Power ആണോ? അത് ഞാൻ ആ ബുക്ക് എൻ്റെ അടുത്ത് ഉണ്ട്. ഉണ്ടല്ലേ? അതാ ഞാൻ പറഞ്ഞേ. ഞാൻ വിചാരിച്ചത് സോഷ്യൽ മീഡിയ പോസ്റ്റിനെ കുറിച്ച് 48 Laws of Power അല്ല, അതെനിക്കറിയാം. അത് ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ബുക്ക് വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ട് അത് ഞാൻ പലപ്പോഴും അത് അടുത്ത് വായിക്കാറുണ്ട്, ക്യൂരിയോസിറ്റി കാരണം കേട്ടോ. അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ഈ സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ? ചിലപ്പം ചില സമയത്തൊക്കെ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് വായിച്ചിട്ടുണ്ട്, ഡെഫിനറ്റ്ലി വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുകുന്ദനുണ്ണിയിലാണെങ്കിലും ഈ മോളിവുഡ് ടൈംസിലാണെങ്കിലും ഈ വോയിസ് ഓവറുകളുണ്ടല്ലോ, അതുപോലെ തന്നെ ആനിമേഷൻ, ആ ഒരു സ്റ്റൈലുണ്ടല്ലോ. അപ്പം നമുക്ക് ആ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് അഭിനവിൻ്റെ പടമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും, അത് എഴുതി കാണിച്ചില്ലെങ്കിൽ പോലും. അപ്പോൾ ആ ഒരു സ്റ്റൈല്, ആ 2 സിനിമയ്ക്കും ഒരേ ഒരു സ്റ്റൈലുണ്ടല്ലോ, അതൊരു ഡയറക്ടർ എന്നുള്ള നിലയിൽ ഏതെങ്കിലും രീതിയിൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടോ? ഇതിന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ശൈലി വേണം, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ആലോചിച്ചില്ല. അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നൊരു ശൈലി, അത് അല്ലാതെ അത് നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയതല്ല. മുകുന്ദനുണ്ണി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും എനിക്ക് മനസ്സിലായത്, ഇതാണെന്ന് തോന്നുന്നു എൻ്റെ ഒരു രീതി എന്ന് മനസ്സിലായത്. മുകുന്ദനുണ്ണി എഡിറ്റൊക്കെ കഴിഞ്ഞ് പടം ഫൈനൽ കാണുമ്പോഴാണ് ഓക്കെ, ഇതാണ് അപ്പം ഞാനെന്ന ഫിലിം മേക്കർ ഇങ്ങനെയാണ് ഒരു സിനിമയെ സമീപിക്കാമെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ്. അതുകൊണ്ട് എനിക്ക് അതൊരിക്കലും ഡെലിബറേറ്റ് അല്ല. പിന്നെ മോളിവുഡ് ടൈംസിൽ അതേപോലെ തന്നെ വന്നു, അല്ലാതെ ഞാൻ കൂടുതലൊന്നും ആലോചിച്ചില്ല. ഇനി
അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. ഇപ്പം ഒബ്സഷൻ, ബാക്ക് റൂം, ആ സിനിമകളുണ്ടല്ലോ. ഇപ്പം ഒബ്സഷൻ 9 കോടി മുടക്കി ഇപ്പം 2000 കോടിക്ക് മുകളിൽ എത്തിയിരിക്കുകയാണ്. അത് ആ സംവിധാനം ചെയ്ത കാരി ബക്കന് വെറും 26 വയസ്സേ ഉള്ളൂ. അതുപോലെ തന്നെ ബാക്ക് റൂം സംവിധായകൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അയാൾക്കിപ്പോൾ 20 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇവർക്കൊരു പ്രൊഡ്യൂസറിലേക്ക് എത്താനായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ മോളിവുഡ് ടൈംസിലെ വിനീത് മാധവൻ 21ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് സിനിമ എടുക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത്. ഇപ്പോൾ 2026-ലാണ് വിനീത് മാധവന് പ്ലേസ് ചെയ്തിരുന്നെങ്കിൽ വിനീത് മാധവൻ ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമായിരുന്നു. ഇത്ര സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ല, പക്ഷെ എന്നാലും വിഷമമായിരിക്കും. കാരണം ഇത്ര ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരാൾ ഒരിക്കലും സക്സസിലേക്ക് എത്തുന്നത് പെട്ടെന്ന് കുറച്ച് ഐഡിയലിസം കുറവുണ്ടെങ്കിൽ മാത്രമേ എത്തുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും വിനീത് മാധവൻ അവസാനം ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ സിനിമ എൻ്റെ എന്ന് വെച്ചാൽ ഇത്ര ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ആൾ ഒരിക്കലും സക്സീഡ് ചെയ്യില്ല. സക്സീഡ് ചെയ്യില്ല വെച്ചാൽ ആൾക്ക് വേണ്ട പോലെ അയാൾക്ക് കിട്ടില്ല ഒന്നും. കാരണം കോംപ്രമൈസുകൾ അത്യാവശ്യം എല്ലാ ഫീൽഡുകളും ഇത്ര ഐഡിയലിസം വെച്ച് നടക്കുന്ന ആൾക്കാർ ഒരിക്കലും സക്സീഡ് ചെയ്യില്ല. അത് കള്ളത്തരമാണ്. അങ്ങനെ സിനിമ ഞാൻ അവസാനം വിനീത് മാധവൻ്റെ ഹാപ്പി എൻഡിങ് കൊടുത്തിരുന്നെങ്കിൽ അത് വെറും കള്ളമായി മാറും. ഇപ്പോൾ സിനിമ റിലീസായി ഈ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞൊരു ഉദയനാണ് താരം ആ ഒരു ടൈപ്പ് പടമാണ് ഇന്ന് പലരും പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഉദയനാണ് താരത്തിലെന്ന് വെച്ചാൽ കഥാന്ത്യത്തിലെല്ലാം കലങ്ങി തെളിയണം എന്നുള്ളൊരു പൊതുവായിട്ടുള്ളൊരു ടെംപ്ലേറ്റ് കാര്യമുണ്ടല്ലോ. അതാണ് അവിടെ ഉദയനാണ് താരത്തിൽ സംഭവിച്ചത്, പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത്. പക്ഷേ നമുക്കറിയാം അഭിനവിൻ്റെ ഒരിക്കലും ഒരു സ്ഥിരം ടെംപ്ലേറ്റിൽ പോകുന്ന ഒരാളല്ല. അപ്പോൾ ഈ ഒരു മുകുന്ദനുണ്ണിയുടെ ആ ഒരു ക്ലൈമാക്സിൽ ഇപ്പോൾ ഇടവേള ബാബു ഒക്കെ എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ആ ഒരു ഡയലോഗിൻ്റെ സംഭവമൊക്കെ. അപ്പോൾ ഇതിൽ കഥാന്ത്യത്തിൽ കലങ്ങി തെളിയണം എന്ന് എപ്പോഴെങ്കിലും സ്ക്രിപ്റ്റിൻ്റെ ആ ഒരു റൈറ്റിംഗ് പ്രോസസ്സിൽ എപ്പോഴെങ്കിലും ഒന്ന്, കാരണം മുകുന്ദനുണ്ണിക്ക് കിട്ടിയ ആ ഒരു ഫീഡ്ബാക്ക് അത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കലങ്ങി തെളിയണം എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല. ഞാൻ ഇനി ചിന്തിക്കുമായിരിക്കും ചിലപ്പോൾ അടുത്ത സിനിമയിൽ. അതെന്തുകൊണ്ടാണ്? ഒന്നുമില്ല, പടം ഓടണം കുറച്ചുകൂടെയൊക്കെ. കാരണം പടം ഓടണം എന്ന് പറഞ്ഞല്ലോ, അതായത് പ്രേക്ഷകർക്ക് ഈ സിനിമയിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ. സിനിമ പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷ നൽകുന്നതായിട്ട് തോന്നിയിട്ടില്ലേ? കാരണം അവർ ആഗ്രഹിക്കുന്ന ഒരു സക്സസ് എനിക്ക് തോന്നുന്നു മോളിവുഡ് ടൈംസ് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല ഇങ്ങനെ ചെയ്തതിൽ. കാരണം ഈ സിനിമ ഇങ്ങനെ ചെയ്യേണ്ടതാണ്, ഈ സിനിമ ഇങ്ങനെ തന്നെ ഓഡിയൻസിലേക്ക് എത്തണം, കാണേണ്ടവർ കണ്ടാൽ മതി. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കണ്ട ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അത് കുറേ കാലത്തേക്ക് അത് നിൽക്കും ഈ സിനിമ. അത് ഇങ്ങനെ തന്നെ പറയണം, അതിനൊരു റിഗ്രറ്റും എനിക്കില്ല. പ്രൊഡ്യൂസർ സേഫായാൽ മാത്രം മതി. പ്രൊഡ്യൂസർ സേഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രൊഡ്യൂസർ സേഫ് ആണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അത് ഓക്കെയാണ്, അപ്പം പിന്നെ കുഴപ്പമുണ്ടാവില്ല. ഇപ്പോൾ ആസ് ഓഫ് നോ എനിക്ക് റിഗ്രറ്റ്സ് ഒന്നുമില്ല. ഞാൻ വിചാരിച്ച കാര്യങ്ങൾ പറയാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ഇത് ഇങ്ങനെ തന്നെയാണ് ഈ സിനിമ എത്തേണ്ടത്. അത് എത്തിയാലേ അതിൻ്റെ ഒരു ബ്യൂട്ടി ഉള്ളൂ. മനോജ് നൈറ്റ് ശ്യാമളൻ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഒരു ബാക്ക് ഡ്രോപ്പും അതിൻ്റെ ഒരു അപ്രോച്ച് ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് വില്ലേജ് പോലത്തുള്ള സിനിമകൾ. അപ്പോൾ അത്തരം സംവിധായകരുടെ സിനിമകൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരുടെ ഒരു മേക്കിംഗ് സ്റ്റൈൽ എപ്പോഴെങ്കിലും സ്വന്തം സിനിമയിൽ കൊണ്ടുവരണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും സൗണ്ടോ എഡിറ്റിങ്ങോ എന്തെങ്കിലും? ചെറുപ്പത്തിൽ അതെ, ഞാൻ ആദ്യം ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെയായിരുന്നു. ഞാൻ എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിമൊക്കെ കുറേയൊക്കെ മനോജ് നൈറ്റ് ശ്യാമളൻ്റെ പടങ്ങളുടെ ഇൻഫ്ലുവൻസ് വെച്ചിട്ടുള്ള ഷോർട്ട് ഫിലിംസാണ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, സ്കൂളിലൊക്കെ ചെയ്തതൊക്കെ. പിന്നെ കോളേജിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറേ കൂടെ ടെറന്റീനോയുടെ ഇൻഫ്ലുവൻസ് ആയിരുന്നു കുറേ ഉണ്ടായിരുന്നു. ആ സമയത്ത് ടെറന്റീനോ ആയിരുന്നു ഭയങ്കര സംഭവം. അപ്പം അങ്ങനെ ഷോർട്ട് ഫിലിംസ് കുറേ ചെയ്യുന്ന സമയത്ത് പല ഡയറക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. എനിക്ക് എന്താണോ വരുന്നത് അത് ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഇത്. അങ്ങനെ ഞാൻ ഇന്ന ഡയറക്ടറിൻ്റെ സ്റ്റൈല് ഒന്നും എനിക്ക് ഇപ്പോൾ ഒട്ടും എനിക്കത് താല്പര്യമേ ഇല്ല. അത് ആ ചെറുപ്പത്തിൽ തോന്നുന്നൊരു കാര്യമാണ്. ഇപ്പോൾ സക്സസിൻ്റെ ട്രിലോളജി ആണല്ലോ, അതിൻ്റെ രണ്ടാമത്തെയാണ് മോളിവുഡ് ടൈംസ്. ഇപ്പം മൂന്നാം ഭാഗത്തിൽ ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒരു ആഗ്രഹമാണ് ഒരു ഫീമെയിൽ ലീഡ്, സക്സസിനോട് ഒബ്സഷനുള്ള ഒരു ഫീമെയിൽ ലീഡ്. അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഒന്നും ആലോചിച്ചില്ല. ഇപ്പം സക്സസ് ട്രിലോജിയുടെ തേർഡ് പാർട്ട് എന്തായാലും ഇപ്പം ഒന്നും വരില്ല, അത് കുറച്ചുകൂടി കഴിയും. കാരണം ഇപ്പം ഇനി സക്സസിനെ കുറിച്ച് ഇനി ഒരു പടം കൂടെ വരുന്നത് ചിലപ്പോൾ ആൾക്കാർക്ക് ബോറടിക്കും. അപ്പം അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ തൽക്കാലം നെക്സ്റ്റ് വേറെ ഏതെങ്കിലും തീമിലോട്ട് പോകും. അതിനുശേഷം ഒരു 2-3 പടം കൂടി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ട്രിലജീൻ്റെ തേർഡ് പാർട്ട് എന്തായാലും വരും. മുകുന്ദനുണ്ണി 2 ഉണ്ടാവും, പക്ഷെ അതൊരിക്കലും സക്സസ് ട്രിലജീൻ്റെ ഭാഗമല്ല. അത് വിനീത് ശ്രീനിവാസൻ തന്നെയല്ലേ? അതെ, വിനീതേട്ടനാണ്. പക്ഷെ അത് എന്തായാലും വേണ്ട സക്സസ്ഫുൾ ആയല്ലോ.
അതെ. ഇനിയിപ്പോൾ ഉള്ളത് അത് സക്സസ്സുമായിട്ട് ബന്ധമുള്ളതല്ല, അതിൻ്റെ തീം കംപ്ലീറ്റ്ലി വേറെയാണ്. അത് സക്സസ്സുമായിട്ട് ബന്ധമുള്ള തീമല്ല. അങ്ങനെയുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാൻ്റെ കണ്ടിന്യൂഷനാണ്, ഫസ്റ്റ് പാർട്ടിൻ്റെ കണ്ടിന്യൂഷനാണ്. പക്ഷേ തീം വേറെയാണ്. തീം സക്സസ്സുമായിട്ട് ബന്ധമില്ല. സക്സസ് നമ്മൾ ആയിക്കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഇനി ആലോചിക്കേണ്ട ആവശ്യം. ഇനി അതിന് ശേഷമുള്ള ഒരു കാര്യമാണ്. അല്ല, സക്സസ് നിലനിർത്തണമല്ലോ. അതുമല്ല തീം. അത് അങ്ങനെ ആ ഒരു ഇതേ അല്ല അല്ലേ. ഇപ്പോൾ ഒരു റൊമാൻറ്റിക് സിനിമ എഴുതിയിട്ടുണ്ടായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ അതുമായിട്ട് ബന്ധമുള്ള ചില സിനിമകൾ കണ്ടിട്ടാണ് അത് ഉപേക്ഷിച്ചതെന്ന് പറഞ്ഞായിരുന്നു. ഏതെങ്കിലും രീതിയിൽ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും ഒരു റീവർക്ക് നടത്തി അത് വീണ്ടും കൊണ്ടുവരാൻ അങ്ങനെ എന്തെങ്കിലും? അത് നടക്കൂല. അത് പറഞ്ഞ പോലെ നമ്മൾ ഒരു സാധനം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫ്രഷ്നെസ് ആ സമയത്ത് ഉണ്ടാവുള്ളൂ. എസ്പെഷ്യലി അതുപോലുള്ള സിനിമ വന്നു കഴിഞ്ഞാൽ ഫ്രഷ്നെസ് കംപ്ലീറ്റ്ലി പോയല്ലോ. അപ്പം അതുപോലെ സിനിമ വന്നിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും രണ്ടാമത് ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് എപ്പോഴായാലും ഫ്രഷ് ആവും. പക്ഷെ അതുപോലൊരു സിനിമ വീണ്ടും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഫ്രഷ് അല്ല, പിന്നെ നമ്മളത് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ മാറ്റി വെച്ച സിനിമയാണ്. ഇപ്പോൾ എഴുതിയ പല സിനിമകൾക്കും കോയിൻസിഡൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. ഈ കുമ്പളങ്ങി നൈറ്റ്സ്, ജോജി, അങ്ങനെയുള്ള സിനിമകൾ. അതിപ്പം മുകുന്ദനുണ്ണി സമയത്ത്, അത് മുന്നേ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞ മുകുന്ദനുണ്ണി സമയത്തുള്ള കോയിൻസിഡൻസ്. അപ്പോൾ ഇപ്പോൾ സംഗീതിൻ്റെ ക്യാരക്ടറാണല്ലോ ഇതിനകത്ത് വില്ലനായിട്ട്. അപ്പം ഇപ്പം ഞാൻ ഇന്ന് രാവിലെ ഞാൻ ഇൻ്റർവ്യൂവിന് തൊട്ട് മുന്നേ ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ആയപ്പോഴാണ് കണ്ടത്, മോളിവുഡ് ടൈംസിലെ വില്ലൻ സംഗീത്, അഭിനവിൻ്റെ വില്ലൻ ഫഹദ് ഫാസിലാണോ? ഫഹദിന് എന്നെ അറിയും കൂടിയില്ല. ഒരു തവണ എന്തോ എനിക്ക് തോന്നുന്നു നമ്മുടെ പടത്തിന്റെ ലോഞ്ചിന് പുള്ളിക്കാരൻ വന്നിരുന്നു. അപ്പോൾ ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തു. അതിന്റെ കൂടുതൽ എനിക്ക് അറിഞ്ഞോളാം പുള്ളി. ഇത് ഓരോരോ വ്യാഖ്യാനങ്ങൾ ഇങ്ങനെ, കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ഇപ്പോൾ ഒരു ഫിലിം മേക്കറിൻ്റെ ലൈഫിൽ പണത്തിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? കാരണം ഒരുപാട് സ്ട്രഗ്ലിംഗ് സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. പണത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? ഇപ്പോൾ പണം കയ്യിൽ വന്നപ്പോൾ തോന്നുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, സമ്പത്ത് നമുക്കൊരു ആത്മവിശ്വാസവും സന്തോഷവും നൽകുമല്ലോ. അതിനെക്കുറിച്ച് എന്താണ് തോന്നിയിട്ടുള്ളത്? പണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ ഞാൻ ഫ്രീലാൻസ് ചെയ്ത് തുടങ്ങിയിരുന്നു. ഏർലി സ്റ്റേജ് തൊട്ടേ. ഞാൻ കോളേജ് സെക്കൻഡ് ഇയർ ആകുമ്പോൾ തൊട്ടേ ഞാൻ എഡിറ്റിംഗ് വർക്കുകൾ ചെയ്യാറുണ്ടായിരുന്നു. ഇങ്ങനെ ബാക്കിയുള്ള കോളേജുകളിലെ പിള്ളേരുടെ പ്രോജക്ട്സുകളൊക്കെ എനിക്ക് ചെയ്യാൻ പറയും. അപ്പോൾ അവർ പൈസയും കുറച്ച് തരും. അങ്ങനെയൊക്കെ എഡിറ്റിംഗ് ചെയ്ത് കൊടുത്തിരുന്നു. അങ്ങനെ അതിനുശേഷം ഫ്രീലാൻസ് ചെയ്ത് തുടങ്ങി. കുറേ കോർപ്പറേറ്റ് വീഡിയോസ്, കോർപ്പറേറ്റ് ഫിലിംസ്, അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവില്ലേ, ചെറിയ ചെറിയ കമ്പനികൾക്ക് വേണ്ടി ആദ്യം ചെയ്തു തുടങ്ങി. പിന്നെ അത്യാവശ്യം വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ VFX ഷോ റീൽസ് കുറേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രെയിലേഴ്സ് ചെയ്തു തുടങ്ങി. പിന്നെ ഷോർട്ട് ഫിലിംസ് ചെയ്തു തുടങ്ങി. ഇങ്ങനെ കുറേ എഡിറ്റിംഗ് വർക്കുകൾ കുറേ ഞാൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ജീവിച്ചു പോകാനുള്ള കാശ് ഉണ്ടായിരുന്നു. പിന്നെ മുകുന്ദനുണ്ണി ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് എഴുതി തുടങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ എഡിറ്റിംഗ് വർക്കുകളൊന്നും ചെയ്യാതെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു എഡിറ്റൊക്കെ. കാരണം കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് എൻ്റെ എക്സ് വൈഫാണ് എന്നെ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്തത്. പുള്ളിക്കാരി വർക്കിംഗ് ആയിരുന്നു. അപ്പം അങ്ങനെ പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പം ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഓരോ സമയത്തും ഓരോ എങ്ങനെയെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് അതൊരു കടം പോലെയായിരുന്നു. അത് സപ്പോർട്ട് ചെയ്തിരുന്നു. ഓരോ സമയത്തും ഓരോ ആൾക്കാർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മുന്നോട്ട് പോയി എന്നല്ലാതെ പൈസ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. പൈസ ഇല്ലാതെ നമുക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. നമ്മളാരും വലിയ ഭയങ്കര കാശുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന ആൾക്കാരൊന്നും. ഞാൻ എൻ്റെ പൈസ ഞാൻ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അത് പിന്നെ ഇടയ്ക്കൊന്ന് അത് സ്റ്റോപ്പായി. ആ സമയത്ത് എനിക്ക് എൻ്റെ എക്സ് വൈഫ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സിനിമയിലെത്തിയതിന് ശേഷം ഇപ്പം ഒരുപാട്, അതായത് എഡിറ്റിംഗ് വർക്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, തിരയുടെ ട്രെയിലർ അഭിനവാണ് ചെയ്തത്. പക്ഷേ എനിക്കൊന്നും അഭിനവ് പോലും പ്രതീക്ഷിച്ച് കാണത്തില്ല. കാരണം വിനീതിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് അഭിനവ് ആ സിനിമയിൽ ജോയിൻ ചെയ്തത്. ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറെ കൊണ്ട് ട്രെയിലർ ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതെങ്ങനെയാണത്? ട്രെയിലർ ചെയ്യാം, അഭിനവിന് ട്രെയിലറിൻ്റെ എഡിറ്റ് ചെയ്യാൻ പറ്റും എന്ന് വിനീത് ശ്രീനിവാസന് തോന്നണമല്ലോ. അതൊരു വലിയൊരു കോൺഫിഡൻസ് വേണമല്ലോ. ട്രെയിലർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമല്ലേ സിനിമയെ സംബന്ധിച്ചിടത്തോളം. അത് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിലെ ട്രെയിലറിൻ്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കാം എന്ന് വിനീതിന് ഏത് പോയിന്റിലാണ് തോന്നിയതാണ് അഭിനവിന് തോന്നിയിട്ടുള്ളത്? ആക്ച്വലി വിനീതേട്ടൻ എന്നെ മുന്നേ തൊട്ടേ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മലർവാടി ആർട്സ് ക്ലബ്ബ് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി അന്ന് ബ്ലോഗ് എഴുതാറുണ്ടായിരുന്നു. മലർവാടി ആർട്സ് ക്ലബ്ബ് റിലീസാകുന്ന സമയത്ത് ഞാൻ പുള്ളിയുടെ ബ്ലോഗിൽ താഴെ അതിൻ്റെ റിവ്യൂ ഞാൻ എഴുതിയിരുന്നു. ഞാൻ റിവ്യൂ എഴുതിയിട്ട് എന്തോ സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കൊടുത്തു. 3 out of 5 അങ്ങനെ എന്തോ സ്റ്റാർ റേറ്റിംഗ് കൊടുത്ത് റിവ്യൂ ഒക്കെ എഴുതിയിരുന്നു ഞാൻ. അപ്പം തൊട്ടേ പിന്നെ വിനീതേട്ടൻ ഞാൻ മെസ്സേജ് അയച്ചിരുന്നു, ഇഷ്ടമായി സിനിമ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരുന്നു. ചെറുപ്പത്തിലത് മലർവാടി ആർട്സ് ക്ലബ്ബ് എപ്പോഴാണ്. അപ്പം പുള്ളിക്ക് ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു. പുള്ളി എനിക്ക് തോന്നുന്നു
ഞാൻ കുറേ ഈ എഡിറ്റിംഗ് ഷോർട്ട് ഫിലിംസ് ഒക്കെ എഡിറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് അതൊക്കെ കണ്ടു പുള്ളി. അങ്ങനെ എൻ്റെ ഫ്രണ്ട് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തു. എൻ്റെ പുള്ളി ഇടയ്ക്ക് എൻ്റെ വർക്ക്സ് ഒക്കെ കാണാറുണ്ട്. അപ്പം ഒരു തവണ ഞാൻ ചെന്നൈയിലായിരുന്നു. ആ സമയത്ത് ഞാൻ എഡിറ്റിംഗ് ഒക്കെ കോർപ്പറേറ്റ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്ന അവിടുത്തെ കുറേ കമ്പനികൾക്കൊക്കെ വേണ്ടി ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ അവിടെ ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്നത്, ഒരു ചെറിയൊരു 1 റൂം സെറ്റപ്പ് പോലെ സാധനം, അങ്ങനെ ഒരു സാധനം റെൻ്റ് എടുത്തിട്ട് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഏതോ സിനിമക്ക് എനിക്ക് 22 ഫീമെയിൽ കോട്ടയം എന്തോ കാണാൻ വേണ്ടി സത്യം സിനിമാസ് ചെന്നൈയിൽ ഞാൻ പോയ സമയത്ത് ഇൻ്റർവെലായി പുറത്തിറങ്ങിയപ്പം എൻ്റെ മുന്നിൽ വിനീത് ശ്രീനിവാസനും അൽഫോൻസ് പുത്രനും നിൽക്കുകയാണ്. അപ്പം അൽഫോൻസ് ചേട്ടൻ എനിക്ക് അറിയാം. പക്ഷേ അൽഫോൻസ് ചേട്ടൻ പണ്ട് മുതലേ എൻ്റെ വർക്കിനൊക്കെ കമൻ്റ് ഒക്കെ ചെയ്യാറുണ്ട്. ഫേസ്ബുക്കിൽ എൻ്റെ വർക്ക്സിന് കമൻറ്റ് ചെയ്യാറുണ്ട്. ഞാൻ പുള്ളിയുടെ വർക്ക്സിനും കമൻറ്റ് ചെയ്യാറുണ്ട്. പുള്ളിക്ക് എനിക്കൊരു സീനിയർ പോലെ. പുള്ളിയുടെ വർക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നന്നേ പുള്ളി അന്ന് ചെയ്ത ഷോർട്ട് ഫിലിംസൊക്കെ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അന്ന് മുതലേ നമുക്ക് ഭയങ്കര ആസ്പിറേഷനായിട്ടുള്ള ഒരാളായിരുന്നു അൽഫോൻസ് ചേട്ടൻ. അപ്പോൾ അൽഫോൻസ് ചേട്ടൻ്റെ വർക്കിനൊക്കെ ഞാൻ കമൻറ്റ് ചെയ്യാറുണ്ട്. പുള്ളിക്കും എൻ്റെ വർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അപ്പം വിനീതേട്ടനെ പുള്ളീനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. മുന്നേ ഞാൻ ഫേസ്ബുക്കിലേക്ക് ഇങ്ങനെ മെസ്സേജ് വെച്ചിട്ടുണ്ട്, അല്ലാതെ ഒന്നും അറിഞ്ഞൂടാ. അപ്പം അൽഫോൻസ് ചേട്ടനാണ് വിനീത് ഇത് അഭിനവാണ്, എഡിറ്ററാണ്, നല്ല എഡിറ്ററാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തത്. അപ്പം വിനീതേട്ടൻ എനിക്കറിയാം, ഞാൻ പുള്ളിയുടെ വർക്ക് കണ്ടിട്ടുണ്ടെന്നൊക്കെ അത് പറയും. അങ്ങനെയാണ് ഫസ്റ്റ് ഒരു വിനീതേട്ടനെ കാണുന്നു. അൽഫോൻസ് ചേട്ടനാണ് ഫസ്റ്റ് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ വിനീതേട്ടന് ഞാൻ തട്ടത്തിമറയത്ത് കഴിഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചത്. ഇതിന് മുന്നേ ആണോ ശേഷമാണോ എനിക്ക് അറിഞ്ഞൂടെ. ഇതിന് മുന്നേ എനിക്ക് ശേഷമായിരിക്കും അല്ലേ. തട്ടത്തിമറയത്ത് 22 ഫീമെയിൽ കഴിഞ്ഞിട്ടല്ലേ ഇറങ്ങിയത്, എൻ്റെ ഓർമ്മയില്ല ആക്ച്വലി. തട്ടത്തിമറയത്ത് ഇറങ്ങി ഞാൻ DVD പടം കണ്ടെന്ന് തോന്നുന്നു. തട്ടത്തിമറയത്തിന് DVD ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചത് വിനീതേട്ടന്. എനിക്ക് അസിസ്റ്റൻ്റ് ആയിട്ടായി വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, ഭയങ്കര ഇഷ്ടമായി സിനിമ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചിട്ട് ആ സമയത്ത് എൻ്റെ ഷോർട്ട് ഫിലിംസ് വർക്ക്സ് അപ്പോൾ പുള്ളിക്ക് ഓൾറെഡി എന്നെ അറിയാം. അപ്പോൾ AD ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയും, പുള്ളി വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരേന് വിളിക്കുക ചെയ്തത്. അങ്ങനെയാണ് തിരയിൽ എത്തിയത്. ഓൾറെഡി ഞാൻ എഡിറ്ററാന്ന് അറിയാം, അതുകൊണ്ട് തന്നെ പുള്ളിക്ക് എൻ്റെ എഡിറ്റിംഗ് വർക്ക്സ് ഒക്കെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ട്രെയിലർ എനിക്ക് തന്നത്. ഇപ്പം നിങ്ങളെല്ലാവരും കൊണ്ടുള്ളൊരു ലൈവ് കോൺവെർസേഷൻ ഉണ്ടായിരുന്നല്ലോ. ആ ലൈവ് കോൺവെർസേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എല്ലാവർക്കും അഭിനവിനെ കുറച്ച് പേടിയാണെന്ന് തോന്നിയായിരുന്നു. അത് വെറുതെ അഭിനയിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് ബേസിലിനാണെന്ന് തോന്നുന്നു അഭിനവിനെ ഭയങ്കര പേടി. കാരണം ചുമ്മാ അഭിനയാണ്. ഈ ഗോത എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ബേസിലിന് പറയുന്നുണ്ടായിരുന്നു, അഭിനവ് ഇങ്ങനെ തോക്ക് ടേബിളിൽ വെച്ചിട്ട് വിരട്ടിയാണ് എഡിറ്റ് ചെയ്തതെന്നൊക്കെ. അപ്പം ഈ ഗോതയുടെ ആ സിനിമ തന്നെ ഭയങ്കര രസമാണ് കണ്ടിരിക്കാനേ. ഇപ്പം വേറൊരാളുടെ സംവിധായകൻ്റെ കൂടെ എഡിറ്റ് ചെയ്യുമ്പോൾ അവർ സീൻ എക്സിക്യൂട്ട് ചെയ്ത രീതിയും ആ സിനിമ അപ്രോച്ച് ചെയ്യുന്ന രീതിയും അത് കണ്ടിരിക്കുന്നുള്ളൊരു പ്രത്യേക ഒരു അത് തന്നെ നമുക്ക് ഒരുപാട് ലേണിങ്സ് ആണല്ലോ. ഇപ്പോൾ ഗോത എഡിറ്റ് ചെയ്ത സമയത്ത് അഭിനവിൻ്റെ ഒരു ഓർമ്മയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എക്സിക്യൂട്ട് ചെയ്ത രീതിയിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക സീൻ, ഇപ്പം ബേസിൽ ആസ് എ ഡയറക്ടർ ഒരുപാട് ഒരു ബേസിലിനോട് ഒരു ഭയങ്കര ഒരു റെസ്പെക്റ്റ് തോന്നിയ നമുക്കൊരു ഭയങ്കര ഒരു വൗ മൊമെന്റ് തോന്നിയ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ കാണില്ലേ, അങ്ങനെ എന്താണ്? ബേസിലിന് ഭയങ്കര ഇതാണ്, ഒരു പുള്ളി റിസോഴ്സസ് കുറവാണെങ്കിലും ഭയങ്കരമായിട്ട് പണിയെടുത്തിട്ട് പുള്ളി കാര്യങ്ങൾ ചെയ്തെടുക്കും. ഇപ്പം ഗോതയിലൊക്കെ ചില ഏരിയയിലേക്ക് പറഞ്ഞ പോലെ ചിലതൊക്കെ കംപ്ലീറ്റ് VFX ചെയ്യേണ്ട സാധനമൊക്കെ പുള്ളിക്ക് അത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം, പക്ഷെ അത് ലൈവായിട്ട് പുള്ളി ചെയ്ത ഏരിയാസൊക്കെ ഉണ്ട്. നമുക്കത് VFX ആണെന്ന് വിചാരിക്കും, പക്ഷെ അല്ല, അത് ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ ടൈറ്റിൽ സീക്വൻസ് ഇല്ലേ, ആ ടൈറ്റിൽ സീക്വൻസ് നമുക്ക് ആദ്യം നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് ഒരു മോഷൻ ഗ്രാഫിക്സ് ഇതുപോലെ ഫീൽ ചെയ്യും. ഇങ്ങനെ എല്ലാ ആൾക്കാരും സ്റ്റില്ലായി നിന്നിട്ട് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാധനം, അങ്ങനെയാണ് ടൈറ്റിൽ സീക്വൻസ് ഓർമ്മയില്ല ഗോതയുടെ. അത് ശരിക്കും ഐഡിയലി ആൾക്കാർ എങ്ങനെയാണ് ചെയ്യുക, അത് മോഷൻ ഗ്രാഫിക്സ് ഒക്കെ യൂസ് ചെയ്ത് VFX ആണ് ചെയ്യുക. അതിനുള്ള ബഡ്ജറ്റ് ഉണ്ടായിരുന്നില്ല എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ പുള്ളി അത് ഫുൾ ലൈവായിട്ട് ചെയ്തത്, എല്ലാവരെയും സ്റ്റില്ലായി നിർത്തിച്ചിട്ട് ഷൂട്ട് ചെയ്യുക ചെയ്തത്. അപ്പം അങ്ങനെ ഭയങ്കര ഈ പറഞ്ഞ പോലെ ഒരു സാധനം ചെയ്യാൻ വേണ്ടി അത് മാക്സിമം എഫേർട്ട് എടുക്കുന്ന ഒരു ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ഭയങ്കര ഡിറ്റർമിനേഷനാണ്. ഇപ്പോൾ അഭിനവിനെ സോഷ്യൽ മീഡിയയിൽ വിശേഷിപ്പിക്കുന്ന അഭിനവിന് അറിയാലോ, ബ്രൂട്ടലി ഓണസ്റ്റ് ഫിലിം മേക്കർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അഭിനവിന് ആ വിശേഷണത്തിൽ അഭിനവ് ഹാപ്പിയാണോ? എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഓണസ്റ്റ് ആയത് അത് ഈ പടത്തിന് അത് ആവശ്യമായിരുന്നു. അത്ര ഓണസ്റ്റ് ആയിട്ട് പറയേണ്ട മുകുന്ദൻ ഉണ്ണിയും ഓണസ്റ്റ് ആണല്ലോ. കാരണം നമ്മൾക്കറിയാലോ ഓരോരുത്തരും നമ്മളെ മുന്നിൽ കൂടെ ഇങ്ങനെ വിജയിച്ചു പോകുന്നത് കർമ്മയൊന്നും ഒന്നും അല്ല എന്നുള്ളത്. അപ്പം അതും ഒരു ഓണസ്റ്റ് പടം തന്നെയാണല്ലോ. പക്ഷെ ഇതില് എങ്ങനെയാണ്? അത് ഓക്കെ, കുഴപ്പമില്ല. എന്താ ഇതിനൊക്കെ പറയാ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഏതായാലും അഭിനവ് ഇങ്ങനെ ഒരു സിനിമ നൽകിയതിൽ വലിയ ഹാപ്പിയാണ്, വലിയൊരു താങ്ക്സ് ഉണ്ട്. കാരണം ഒരുപാട് ആൾക്കാർക്ക് മോട്ടിവേഷൻ നൽകിയ, ഇൻസ്പിറേഷൻ നൽകിയ ഒരു സിനിമയാണ് മോളിവുഡ് ടൈംസ്. ഏതായാലും താങ്ക് യു അഭിനവ്. താങ്ക് യു സോ മച്ച്.